സൺഡേ എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് ഇന്നത്തെ ഡേയുടെ സ്പെഷ്യൽ എന്താണ്? ഇറ്റ്സ് മീ ദ റിയൽ മീ. ഇറ്റ്സ് മീ ദ റിയൽ മീ. ആ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. ആർ യു റെഡി? ഇന്നത്തെ സ്പെഷ്യൽ ഇതിലേക്ക്. അപ്പൊ അതിനു മുൻപ് ആദ്യം തന്നെ എല്ലാവരും ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും. ഓക്കെ, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ശരത് എല്ലാ ഗ്രൂപ്പിലും നമുക്ക് എന്ത് ചെയ്യാം, അതെന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ഗസ്റ്റ് ഇന്ന് റെഡിയാണ്. ശിവപ്രകാശ് സാർ, ആർ യു റെഡി? ഓക്കെ സാർ. ഓൾ റൈറ്റ്. സോ ശിവപ്രകാശ് സാറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ വന്നിട്ടുള്ള പല ഗസ്റ്റും കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ദയവ് ചെയ്ത് മറ്റുള്ളവര് ഓക്കെ. ഹലോ, am I audible? ഓക്കെ, മറ്റുള്ളവർ ആരും എന്ത് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്യാതിരിക്കുക. നമുക്ക് ശിവപ്രകാശ് സാറ് തന്നെ കറക്റ്റ് ആയിട്ട് കേൾക്കണം. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഹലോ, കേൾക്കാവോ സാർ? സാറിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ അവിടെ? സാറിന് കേൾക്കുന്നില്ല. സാർ ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവരെയും എന്ത് ചെയ്യണം, വെൽക്കം ചെയ്യാണ്. എന്തോ ഒരു ഇഷ്യൂ കേൾക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു ഇഷ്യൂ സാറിന്റെ അവിടെയാണോ? ആർക്കെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ നേരിടുന്ന പോലെ? ഓക്കെ, ആർക്കെങ്കിലും കേൾക്കുന്നു? യെസ്, ഒരു മൈക്ക് ഇഷ്യൂ. മൈക്ക് ഉണ്ടോ അവിടെ സാർ? ഇപ്പൊ കുഴപ്പമുണ്ടോ സാർ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. സാറിന്റെ അവിടെയാണെന്ന് തോന്നണം. മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ? ഹലോ, ബുദ്ധിമുട്ടുണ്ടോ? എന്താ ഒരു സൗണ്ട് ഉണ്ട്, വേറെ എന്തോ ഒരു ശബ്ദം എന്തോ ഒരു ശബ്ദം കയറി വരുന്നുണ്ട്. അറിയില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. തോന്നുന്നു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇന്നിപ്പോ നമുക്ക് ചെയ്യാം. സാറോട് സംസാരിക്കാവോ? ഗുഡ് മോർണിംഗ് സാർ. പറഞ്ഞോളൂ. ഓക്കെ സാർ, നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അറിയില്ല. വേറെ എന്തെങ്കിലും അവിടെ എന്തൊക്കെ സൗണ്ട് വരുന്നുണ്ട്? ഹലോ, ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. ഒരു ഇത് വരുന്നുണ്ട്. സാറൊന്ന് ലോഗിൻ ചെയ്യൂ കേട്ടോ. ഇപ്പൊ കേൾക്കുന്നില്ലേ സാറേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. സാർ പറയാവോ? ഓക്കെ സാർ. ഓക്കെ, വെരി ഗുഡ്. നൗ ഇറ്റ്സ് ക്ലിയർ. പറഞ്ഞോളൂ. ഞാന് ഈ FT കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. FT കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പുള്ള പ്രശ്നങ്ങളൊക്കെ പോകുന്നതിന് മുൻപ് സാറ് എന്താ ചെയ്യുന്നത്? ഞാന് ഒരു വാച്ച് മേക്കറാണ്. അല്ലല്ല ശിവപ്രകാശ് സാർ, അവിടെ ഇപ്പോ ഫാൻ ഓൺ ആണോ? ഫാൻ ഓൺ ആണ്. ഓഫ് ചെയ്യല്ലേ? ഒന്ന് ഓഫ് ചെയ്തോളൂ. അതായിരിക്കാം വിഷയം. ഇപ്പം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്. ഇപ്പോഴും ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്താ അറിയില്ല. വേറെ എന്താ പ്രശ്നമാണ്? നിങ്ങൾ എന്തെങ്കിലും ഹെഡ്സെറ്റിലോ മൈക്കിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നില്ല. ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇല്ല. ശരി, കുഴപ്പമില്ല. എന്താ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. എന്തായാലും പറഞ്ഞോളൂ. ഞാൻ കോഴിക്കോട് പറമ്പലൂസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ പേര് ശിവപ്രകാശ്. ഞാൻ ഒരു വാച്ച് മേക്കറായിട്ട് അങ്ങനെ ജോലി ചെയ്യാണ്.
ചെറിയൊരു വാച്ച് ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പുതിയങ്ങാടിയിലാണ് എൻ്റെ ഷോപ്പ്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഒരു ഓവർ തിങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഒരു ഫിയർ, പിന്നെ ഒരു ടെൻഷൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിതിങ്ങനെ യൂട്യൂബില് ഞാൻ വളരെ ആയിട്ട് ഞാനിങ്ങനെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാനിങ്ങനെ കുറേ ആയിട്ട് ഞാനിങ്ങനെ യൂട്യൂബിലെല്ലാം ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് സാറിൻ്റെ ഈ ഒരു കോഴ്സിനെ പറ്റി ഞാൻ അറിഞ്ഞത്. അപ്പം അതിന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ഏതായാലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം മറ്റുള്ള കോഴ്സുകളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് കാണുന്നത്. ഇതിനൊരു എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും ഞാൻ അങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് വരാനിടയായത്. പരസ്യം കണ്ടതാണ്, പരസ്യം കണ്ടിട്ടാണ് വന്നത്? എങ്ങനെയാണ്? അതെ, പരസ്യം കണ്ടിട്ട് അങ്ങനെ വന്നതാണ്. ഫേസ്ബുക്കിലാണോ, ഇൻസ്റ്റഗ്രാമിലാണോ? എവിടുന്നാ കണ്ടത്? ഞാൻ സാറിന്റെ കുറെ വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ടല്ലോ. അപ്പൊ അതാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ അങ്ങനെ കണ്ടിട്ടാണ് ഇതിലേക്ക് വരുന്നത്. മെയിനായിട്ടുണ്ടായിരുന്ന സാർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട്? മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു ഓവർ തിങ്കിങ് പോലെയുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോട്ട്സ് ആയിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോ എനിക്കത് ചിലപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരു ടെൻഷനും ഫിയറെല്ലാം എനിക്കുണ്ടായിരുന്നു. ഓക്കെ. ഹലോ, മറ്റുള്ളവർ പറയുന്നുണ്ട് ഒരാളുടെ മൈക്രോഫോൺ ഓൺ ആണെന്നുള്ളത്. ആക്ച്വലി അതല്ല. ഞാൻ പറയട്ടെ, 1 മിനിറ്റ്. പ്രകാശ് സാർ, ഞാൻ മ്യൂട്ട് ചെയ്യാം. എന്നിട്ട് എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം തരാം. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് ശിവപ്രകാശ് സാറിന്റെ ഫോണിലേക്ക് ആ ശബ്ദം ചെന്നിട്ട് അത് എക്കോ അടിക്കുകയാണ് അതിൽ നിന്ന്, കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഡിസ്ട്രാക്ഷൻ വരുന്നത്, അല്ലേ? അപ്പൊ അതിന്റെ കാര്യം എന്താ വെച്ചാൽ, അത് അദ്ദേഹത്തിന്റെ ഫോണിൽ ആ ശബ്ദം കേട്ടതിന് ശേഷം അത് എക്കോ അടിക്കുന്നതാണ്, കേട്ടോ. അപ്പൊ വേറെ ആരും അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആരും ഇനി അസ്വസ്ഥരാവേണ്ട. എല്ലാവരും പ്രാക്ടീസ് ചെയ്തു. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. ഇറ്റ്സ് ഓക്കെ, റിലാക്സ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യും, ഞാൻ സംസാരിക്കുന്ന സമയത്ത് ശിവപ്രകാശ് സാറിൻ്റെത് ഞാൻ എന്ത് ചെയ്യും, ഓഫ് ചെയ്യും, മൈക്ക് മ്യൂട്ട് ചെയ്യും. എന്നിട്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെത് മ്യൂട്ട് ചെയ്യും. അപ്പം പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ? നിങ്ങളെല്ലാം റെഡി അല്ലേ? ലെറ്റ്സ് ബിഗിൻ. ഓക്കെ. ഇതാണ് അതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. സാറിന്റെ ഫോണിന് എന്തോ ഒരു ചെറിയൊരു ചിലപ്പം മേ ബി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മേ ബി ദാറ്റ്സ് വൈ. കാരണം ഞങ്ങൾ ഇവിടെ നോക്കിയിട്ട് വേറെ ഒന്നും അൺമ്യൂട്ടായി കിടക്കുന്നില്ല. അപ്പൊ ചില ആൾക്കാരെന്ത് വെച്ചാൽ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് വന്നിരിക്കുന്നത് ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ ആഗ്രഹിച്ചിട്ടാണ്. ഈ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂല് എന്താ ഇത് എന്ന് വിചാരിച്ചിട്ട് അസ്വസ്ഥരാകണ്ട. റിലാക്സ്, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ദീസ് ആർ സ്മോൾ തിങ്സ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ലെറ്റ്സ് ഗോ ആൻഡ് ലെറ്റ് ഗോ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സാറോട് തന്നെ ചോദിക്കാം. സാറിന് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് ആണ് ഉണ്ടായിരുന്നത്. അതുമൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഏത് ബാച്ചിലേക്കാണ് വരുന്നത്? എത്ര കാലമായി ഇപ്പൊ ആ കോഴ്സസ് നമ്മൾ സാറ് ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലമായി? എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസുകൾ ഇപ്പോഴും ഡെയിലി ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഏത് ബാച്ചിലേക്കാണ് വന്നത്? ഏത് മന്തിലാണ് വന്നത്? ഞാൻ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത ആ കോഴ്സിലായിരുന്നു ചേർന്നിരുന്നത്. അപ്പൊ അന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്നൊരു സൺഡേ. അതെ. ഓക്കെ. എന്തൊക്കെ പ്രാക്ടീസസ് സാർ ചെയ്തു? ഞാന് ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ സെൽഫ് ലവ്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, അതുപോലെ സെൽഫ് ഫോർഗീവ്നെസ്, ഗിവിംഗ് ഫോർഗീവ്നെസ്, ആസ്കിങ് ഫോർഗീവ്നെസ്, പിന്നെ
പ്രോബ്ലം ഹീലിംഗ്, ഇതെല്ലാം ഡെയിലി ഇതെല്ലാം ഡെയിലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പറഞ്ഞോളൂ. ചെയ്യുന്നുണ്ട്. ഡെയിലി രാവിലെ അതിനായിട്ട് ഞാനൊരു സമയം കണ്ടെത്താറുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ വളരെയധികം ഉന്മേഷവാനാണ്, വളരെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിപ്പോ അതിനുശേഷം ഞാൻ വളരെയധികം മാറിയിട്ടുണ്ട്, വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഏതായാലും വളരെയധികം ഒരു കോൺഫിഡന്റ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം. ഈ പ്രാക്ടീസ് കഴിയുന്നത് ഞാൻ മുടങ്ങാതെ തന്നെ ഞാൻ ഡെയിലി ഞാൻ ചെയ്യാറുണ്ട്. ഇതിന്റെ ഒരു റിസൾട്ട് പറഞ്ഞല്ലോ സാറ് പറഞ്ഞു. അല്ല, 1 മിനിറ്റ് സാർ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്യാം. ഇതിന്റെ റിസൾട്ട് ആയിട്ട് സാറ് പറഞ്ഞൊരു കാര്യം, അതായത് വലിയ മാറ്റങ്ങളുണ്ട്, കോൺഫിഡൻസ് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളിലുള്ള ഓവർ തിങ്കിങ് ഒക്കെ പോയോ? കംപ്ലീറ്റ്ലി പോയോ? എത്രത്തോളം റിസൾട്ട് കിട്ടി? അത് നിങ്ങളുടെ ലൈഫിനെ ഏതെല്ലാം രീതിയിൽ ബാധിച്ചിട്ടുണ്ട്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇമ്പ്രൂവ്മെന്റ്സ് എനിക്ക് തോന്നുന്നു ഒരിക്കൽ സാർ ഇത് ചെയ്തതിനു ശേഷം പിന്നെ ഫാമിലിയും കൂട്ടിയിട്ട് പ്രോഗ്രാമിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിനുശേഷം നമ്മൾ കണ്ട സമയത്താണ് തോന്നുന്നത്. സോ എന്തെല്ലാം മാറ്റങ്ങളാണ് ആ ഒരു ലെവലിൽ സാർ ഉണ്ടായിട്ടുള്ളത്? ആ ഒരു പേടിയെല്ലാം മാറിയോ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഒക്കെ മാറിയോ? സാർ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ സാർ. ഞാൻ ഈ ഓവർ തിങ്കിങ് ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ കോൺസെൻട്രേഷൻ കുറവായിരുന്നു. ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിലേക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള നിലപാടെല്ലാം വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം അതുപോലെ ഒരു ഫിയറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പൊ എത്രയോ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഒരു പരിഭ്രമം, അതുപോലെ ഒരു കൺഫ്യൂഷൻ, ഇതെല്ലാം എനിക്കിങ്ങനെ ജോലി ചെയ്യുമ്പോഴും അതുപോലെ ആളുകളെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ വളരെയധികം റെഡ്യൂസ് ആയിട്ടുണ്ട്, വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. 10-ൽ എത്ര കുറഞ്ഞിട്ടുണ്ടാവും? 10-ൽ ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ഇപ്പൊ ടോട്ടലി എടുക്കുകയാണെങ്കിൽ 1 മിനിറ്റ് സാർ, അതായത് സാറ് അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. 10-ൽ എത്ര, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഓക്കെ 100% പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് എടുക്കാം. ഓക്കെ, ആ 100% പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് സാറിന് ഇപ്പോൾ കോഴ്സ് ചെയ്തതിന് ശേഷം അതിൽ എത്ര ശതമാനം ബാക്കിയുണ്ട് പോയി? എത്ര ശതമാനം സോൾവ് ആയി? ഇപ്പോൾ ഒരു 80% പോയി, അല്ലെങ്കിൽ 90% പോയി, അല്ലെങ്കിൽ 95, എത്ര ശതമാനം അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു? സാർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് റെഡ്യൂസ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം മുഴുവനായിട്ട് പോയി എന്നല്ല പറഞ്ഞത്, സത്യസന്ധമായിട്ടുള്ളൊരു എന്താ പറയുക. അപ്പൊ എത്രത്തോളം അതിൽ നിന്ന് രക്ഷപ്പെട്ടു? ഇനി ബാക്കി ഉണ്ടെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 5% ആണോ, 10% ആണോ, അതോ 20%? എത്ര പെർസെൻറ്റേജ് ബാക്കിയുണ്ട് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ? അതിപ്പോ ഏകദേശം ഒരു 70-80% ഞാനിപ്പോ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഒരു 20-30% ഇനിയിപ്പം അതും കൂടെ ചേഞ്ച് ആകാനുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് ചേഞ്ച് ആകും എന്നുള്ളൊരു കോൺഫിഡൻസ്, ഇനി ബാക്കി കൂടെ ചേഞ്ച് ആകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? അതിനു വേണ്ടിയിട്ടാണ് തുടർന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്? അതേപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഇടയ്ക്ക് മുടങ്ങാറുണ്ടോ? അങ്ങനെ മുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഓവർ തിങ്കിങ്ങോ വിഷമോ കാര്യങ്ങളോ വരാറുണ്ടോ? എനിക്ക് അത് മുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നാറുണ്ട്. അത് എന്തോ ഒരു കുറവുള്ളത് പോലെ തോന്നാറുണ്ട്. ഇപ്പൊ നമ്മള് ഡെയിലി ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ മറ്റുള്ള ഡെയിലി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് എനിക്കിപ്പോ ഇതിനെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതൊരു ദിവസം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് നമ്മൾക്ക് അനുഭവപ്പെട്ടായിട്ടാണ് സത്യത്തിൽ തോന്നുന്നത്. ഇതില്ലാണ്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതിൽ ഞാൻ 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം
ഒരു ഹാപ്പിയും സാറ്റിസ്ഫാക്ഷനും എല്ലാം ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള സർ മ്യൂട്ട് ചെയ്യൂ സർ. ഓക്കെ സർ. നിങ്ങളുടെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധം, കുടുംബത്തിൽ നിങ്ങൾ ഇടപഴകുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം, ഇപ്പൊ ജോലിയുടെ കാര്യം പറഞ്ഞു, കോൺസെൻട്രേഷൻ വർദ്ധിച്ചു എന്ന് പറഞ്ഞു, ബന്ധങ്ങൾ, ഭാര്യ എന്താണ് പറയുന്നത് നിങ്ങളുടെ ഒരു മാറ്റത്തെക്കുറിച്ച്? എന്താണ് പറയുന്നത്? അവർക്കൊക്കെ എന്താണ് പറയുക ഈ കോഴ്സ് ചെയ്തതിനെ കുറിച്ചും അവരുടെയൊക്കെ ഒരു അഭിപ്രായം? നിങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അതെ, വൈഫ് ഇപ്പം എന്നോട് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടാണ്. അവൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് വളരെയധികം, മാത്രമല്ല അവളെ അന്ന് എൻ്റെ കൂടെ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സാറുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പൊ കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് ഞങ്ങള്. അപ്പോൾ ഭാര്യയായിട്ട് ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്, ഈ ദിവസം ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എത്രയോ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലൈഫ് വളരെയധികം ഒരു സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വളരെയധികം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു പ്രശ്നം എന്താ വെച്ചാല്, അടുത്തൊരു കാര്യം നമുക്ക് അതിലേക്ക് വരുന്നതിന് മുൻപ്, ആ ക്വസ്റ്റനിലേക്ക് വരുന്നതിന് മുൻപ് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളുടെയൊക്കെ ലൈഫിൽ വലിയ രീതിയിലുള്ള പല ചാലഞ്ചസ് ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലെ ഇഷ്യൂസിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ, നമ്മളുടെ മാനസികമായിട്ട് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ, സാറ് പറഞ്ഞ പോലെ ഓവർ തിങ്കിങ് ഒരുപാട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓവർ തിങ്കിങ് ഉള്ള ഒരാളുടെ മനസ്സ്, കാരണം അയാൾ ബുദ്ധിമുട്ടിലാണ്, അയാൾ പ്രശ്നത്തിലാണ്, അയാൾ വല്ലാത്ത അസ്വസ്ഥതയിലൂടെയും പ്രയാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുക. അയാൾക്കാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു വല്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഹാപ്പി അല്ല, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നമ്മൾ ഈ ഹാപ്പി അല്ലാത്ത, മനസ്സിന് സമാധാനമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. എന്താണ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, സിറ്റുവേഷൻസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, ഇടപഴകുന്ന രീതി, സംസാരിക്കുന്ന രീതി എല്ലാം മാറി തുടങ്ങും, പ്രശ്നങ്ങളായി തുടങ്ങും. പറഞ്ഞോ? ശരിയാണോ? എന്നാ ചാറ്റിൽ എന്ത് ചെയ്യുക, ഇഫ് യു അഗ്രി വിത്ത് മീ ജസ്റ്റ് കമന്റ് ഡൗൺ AG എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഡൗൺ AG. ഒരുപാട് പേരുടെയും പ്രശ്നങ്ങൾ ഇതാണ്. അതായത് ലൈഫിൽ പലപ്പോഴും എന്താ വെച്ചാൽ സ്വന്തം ഹാപ്പി അല്ലാത്തത് കൊണ്ട്, സ്വന്തമായിട്ട് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്, അസ്വസ്ഥരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫ് പാർട്ണറെയും കൂടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ എന്താകും, ഇറിറ്റേറ്റഡ് ആകും. കാരണം നമ്മുടെ ഉള്ളിൽ സമാധാനത്തിലല്ല ഉള്ളത്. അപ്പൊ പലപ്പോഴും നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടുള്ള പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? ഏതെങ്കിലും ഒരാൾ എന്തായിരിക്കാം, ഓവർ തിങ്കർ ആയിരിക്കാം. ഓവർ തിങ്കിങ് പ്രശ്നം ഉണ്ടാവും. അതിലധിക കേസിലും നമ്മൾ തന്നെ ആയിരിക്കും അത്. എന്നാലോ നമുക്കാണെങ്കിൽ ഭാര്യനോട് വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഭാര്യയോട് വഴക്കിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭർത്താവിനോട് പ്രശ്നങ്ങളുടെ whatever it is. So I will be the reason. ഇവിടെ ശിവപ്രകാശ് സാറിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങൾ ഒരുപാട് കുറഞ്ഞു എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ചിന്തകളെ അദ്ദേഹത്തിന് കുറയ്ക്കാൻ പറ്റി. സർ, ചിന്തകളെ കുറയ്ക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇതിനുള്ള സൊല്യൂഷൻ. നമ്മളൊരു സമാധാനത്തിന്റെ, പീസിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്താം. ഈ ചിന്തകളെ കുറയ്ക്കാൻ പലപ്പോഴും സഹായിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഉള്ളിലുള്ള ട്രോമകൾ ആണ് ചിന്തകളെ കൂട്ടുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ട്രോമകൾ എന്ന് പറയുമ്പോൾ ആ ട്രോമ മൂലം ഉണ്ടായിട്ടുള്ള മുറിവുകൾ ഉണങ്ങാതെ കിടക്കുമ്പോൾ ചെറിയ ചെറിയ സംഗതികൾ വരെ നമ്മളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ട്രോമാസ് ഓരോന്നും എടുത്ത് ഹീൽ ചെയ്ത് കരിച്ചു കളയുമ്പോൾ, പ്രാക്ടീസിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് അത് പിന്നെ ട്രിഗർ ചെയ്യാത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുറിവുകളെല്ലാം ഉണങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു, അത് ട്രിഗർ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. സോ അങ്ങനെ ഒരു ചേഞ്ച് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ചിന്തകൾ കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? ചിന്തകൾ കൂടുതലായിരുന്നു, ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ചിന്തകൾ
കുറഞ്ഞു, അല്ലെങ്കിൽ മൊത്തത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ? സ്വയം ഒന്ന് നിരീക്ഷിക്കുന്നുണ്ടാവില്ല, എന്താ എനിക്ക് ഈ കോഴ്സിൽ വന്നിട്ട് എനിക്ക് എന്താണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത് എന്നൊരു തോന്നലുണ്ടാവും. അതെന്താണ്? സാറേ, എനിക്ക് ഇപ്പോൾ ഓവർ തിങ്കിങ് എല്ലാം വളരെ കുറഞ്ഞിട്ടുണ്ട്, പൊതുവേ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതെല്ലാം ഒന്ന് അണ്ടർ മൈ കൺട്രോൾ, എൻ്റെ ഒരു കൺട്രോളിലേക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എത്രയോ റെഡ്യൂസ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇനി അടുത്തത്, ഏത് മെത്തേഡാണ് നിങ്ങളുടെ ഫേവറേറ്റ് മെത്തേഡ്? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഫേവറേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഫോർഗിവ്നെസ്സും സെൽഫ് ലവും. അത് രണ്ടാണ് ഞാൻ കാര്യമായിട്ട് ചെയ്യാറുള്ളത്. അതിന്റെ കാരണം എന്താണ്? അത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മളെ തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു സെൽഫ് ഫോർഗിവ്നെസ്സും അതുപോലെ ആ രണ്ട് പ്രാക്ടീസ് പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സെൽഫ് ഫോർഗിവ്നെസ് ആൻഡ് സെൽഫ് ലവ്. സെൽഫ് ഫോർഗിവ്നെസ് ആൻഡ് സെൽഫ് ലവ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഇതേപോലെ നമുക്ക് അടുത്തൊരു പാഠം അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഞാൻ ഇന്നലെ അതിലേക്ക് ഞാൻ വരാം. അതായത് ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ നാട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കോഴിക്കോട് നിന്ന്. അപ്പോൾ ഞാനൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു ഇന്റർവ്യൂ ആണ്. ഫൈസൽ കൊള്ളോട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു ഇന്റർവ്യൂ ധനം മാഗസിൻ എന്ന് പറയുന്ന ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കേൾക്കേണ്ട ഒരു ഇന്റർവ്യൂ ആണ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്രൊഫൗണ്ട് ഇന്റർവ്യൂ. നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ എക്സാക്ട്ലി പ്രൊമോട്ട് ചെയ്യുന്നത്, അതേ കോൺസെപ്റ്റ് ലൈഫിൽ അപ്ലൈ ചെയ്ത് അയാളുടെ ലൈഫിന് ശരിക്കും അയാളുടെ എനർജി ആ ലെവലിലേക്ക് ഉയർത്തുകയും കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മലബാറിൽ നിന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാം കോഴിക്കോട് കണ്ണൂരുകാരനും കോഴിക്കോടുകാരനും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന അദ്ദേഹം ഒരു ബില്യണിയർ ആണ്. ഹി ഹാസ് എ ബില്യൺസ് ഓഫ്, അത്രയും ആ ലെവലിലേക്ക് അദ്ദേഹത്തിന് എന്തുണ്ട്, അസെറ്റ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ലെവലിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാനസികാരോഗ്യം, മെന്റൽ ഹെൽത്ത്. 2, നിങ്ങളുടെ ആത്മീയാരോഗ്യം, സ്പിരിച്വൽ ആത്മീയത, സ്പിരിച്വൽ ഹെൽത്ത്, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, ആത്മീയത, അതേപോലെ മാനസികാരോഗ്യം. 2ാമത്തത് ഫിസിക്കൽ, ശാരീരികം. ഈ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എവരിഡേ. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു യോഗ ട്രെയിനർ ഉണ്ട്. ഒറ്റയ്ക്കില്ല, പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന് അത്രയും ക്യാഷ് ഉണ്ടല്ലോ, നോ ഇഷ്യൂ. പക്ഷെ ഒരു യോഗ ട്രെയിനർ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഫീ അല്ല. ബട്ട് ഒരു ടെസ്റ്റ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ് നമുക്ക് ഹയർ ഡയമെൻഷനിലേക്ക് പെട്ടെന്ന് പോകാനും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് വളരെ നല്ല രീതിയിലേക്ക് പോകാനും ഒക്കെ സഹായിക്കും. ഇതിൽ അദ്ദേഹം പറയുന്ന കോൺസെപ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഇതാണ്: അനാവശ്യമായിട്ടുള്ള നമ്മുടെ ചിന്തകളെല്ലാം കുറച്ച് നമ്മുടെ എനർജി നല്ല രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. നേരത്തെ 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങും, നേരത്തെ എണീക്കും, നേരത്തെ എണീറ്റിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും പ്രോപ്പറായിട്ട്. വിൽ ഡു.
ദാറ്റ് ഇന്റർവ്യൂ ഇസ് സച്ച് എ പ്രൊഫൗണ്ട് ഇന്റർവ്യൂ. ഞങ്ങളുടെ 1% ക്ലബിൽ ഞാനത് ഫുള്ള് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്തു, അതിന്റെ ലിങ്ക് എടുത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് 1% ക്ലബിലുള്ള ആൾക്കാർ എന്തായാലും അത് ആ ലിങ്ക് കേൾക്കുക, കാണണം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ശ്രദ്ധിക്കുക, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മുടെ വലിയ ചേഞ്ച് കൊണ്ടുവരാൻ നമ്മുടെ മെന്റലി നമ്മൾ എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അപ്പം ശിവപ്രകാശ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റോറി പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഇൻസ്പയർ ചെയ്യാനും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹം പറയുന്നതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സെൽഫ് ലവ് ആൻഡ് സെൽഫ് ഫോർഗീവ്നെസ്, ഇതാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഹെൽപ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് സാർ. ഞാൻ അതായത് സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമുകൾ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള രീതിയിലുള്ള റിസൾട്ട് കിട്ടി. ഇതല്ലാത്ത കുറച്ച് റിസൾട്ടുകൾ എന്തെങ്കിലും വന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ, അടുത്തത് ഇന്നതാവണം? ഇപ്പം ഈ ഒരു എനിക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എൻ്റെ ചിന്തകൾ കൂടുതലാണ്, അതൊന്ന് കുറക്കണം. ഇനി നിങ്ങൾക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തകൾ വന്നോ, ലക്ഷ്യങ്ങൾ വന്നോ, ആഗ്രഹങ്ങൾ വന്നോ? എൻ്റെ ബിസിനസ്, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥാപനം തുടങ്ങണം, എനിക്കൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ആൻഡ് വാട്ട് ഈസ് യുവർ പ്ലാൻസ് ഫോർ ഫ്യൂച്ചർ? ഇനിയുള്ള ഫ്യൂച്ചറിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയാമോ? ഡെഫിനറ്റ്ലി സാർ, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടെല്ലാം എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. മനസ്സൊന്നും കൂടി ഒരു ക്ലാരിറ്റി വന്നതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് ഒന്നുകൂടി പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒന്നും കൂടി അത് ഷോപ്പെല്ലാം ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ചും കൂടി ഒരു ശ്രദ്ധ കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ഗോളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഏത് തരത്തിലുള്ള ഗോളാണ്? ഇനി എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ? നെക്സ്റ്റ് പ്ലാൻ ഗോൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ. ആ ഗോൾ എന്ന് വെച്ചാല് ആ ബിസിനസ് സംബന്ധമായിട്ട് നമുക്ക് വളരെയധികം അച്ചീവ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അത് എത്രത്തോളം നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചില ലക്ഷ്യബോധങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ വളരെയധികം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. ലക്ഷ്യബോധം ഉണ്ടെന്ന് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ആ ലക്ഷ്യബോധത്തിലേക്ക് ഈ ഒരു കോഴ്സ് ചെയ്തതുകൊണ്ട് ആഗ്രഹങ്ങൾ പലതും, ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്, ബിസിനസ് ഉഷാറാക്കണമെന്ന ചിന്തകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ടെക്നിക്കുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? കോഴ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാറ്. ഞാൻ ഡെയിലി അഫർമേഷൻസ് എഴുതാറുണ്ട്. ഈ മണി ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ട് ഡെയിലി രാവിലെ അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അത് മുടങ്ങാതെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ഒരു മാറ്റം വരും ഉള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തെങ്കിലും മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെറിയൊരു പുരോഗതിയെങ്കിലും നിങ്ങൾക്ക്? ഈ അഫർമേഷൻസ് നിങ്ങൾ എഴുതാറുണ്ടെന്ന് പറഞ്ഞു. 2 ചോദ്യമാണ് അതിലുള്ളത്. ഒന്ന്, എങ്ങനെയാണ് നിങ്ങൾ എഴുതാറുള്ളത്? സ്പെസിഫിക്കലി ആദ്യം അത് പറയാം. ആദ്യം എന്ത് പറയാം? എങ്ങനെയാണ് അഫർമേഷൻസ് എഴുതാറുള്ള ഒരു എക്സാമ്പിൾ പറയാം, ഒരു വേർഡ്, അതിൻ്റെ സെൻറ്റൻസ് എഴുതുന്നതിൻ്റെ. രണ്ടാമത്തത്, അതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയോ? എന്തെങ്കിലും ഒരു ചിലപ്പം ഒരു ആശയം, ഇങ്ങനെ ചെയ്യാം എന്നൊരു ആശയമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പോയി കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കുറെ മുടങ്ങി കിടന്നിരുന്ന പണം തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായോ ഇപ്പൊ തന്നെ? 2 ചോദ്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത് ഇൻഫർമേഷൻസ്, അതിന്റെ സെന്റൻസ് എന്താണ്? രണ്ടാമത്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയോ? ഞാൻ എഴുതുന്ന സാറേ
നന്മ നിറഞ്ഞ പണം എന്നിലേക്ക് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സെന്റൻസ് ആണ് ഞാനൊരു 5-10 പ്രാവശ്യം ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കടയില് ഷോപ്പില് കസ്റ്റമേഴ്സ് എല്ലാം കുറച്ചും കൂടി ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ് എല്ലാം കുറച്ചും കൂടി വർദ്ധിച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേനേക്കാളും കുറച്ചും കൂടി ഒന്നൊരു സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. All right. So, okay, thank you. So, ബിസിനസ്സിൽ ചില വർധനവ് ഉണ്ടായിട്ട് തോന്നുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ സംഗതികളുണ്ടായിട്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് വന്നതിന് ശേഷം പിന്നീട് നിങ്ങൾ മീറ്റപ്പിനും ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. കോഴ്സും വന്നു, അല്ലെങ്കിൽ മീറ്റപ്പിനും വന്നു. ഇനി ഫർദർ എന്ത് പഠിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ്, എന്താ പറയുക, ഇനി എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ അഡ്വാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണ് അതിനെക്കുറിച്ച്? അതെ സാറേ, ഇനിയും മീറ്റപ്പ് ഉണ്ടാകുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ കഴിഞ്ഞ ഒരു 1 ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അപ്പം അന്ന് എനിക്ക് പങ്കെടുക്കണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിലൊരു മരണം സംഭവിച്ചുകൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇനിയും ഇതിൽ തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. സോ ഇവിടെ ഒരുപാട് പേര് ഒരുപാട് പേരുടെ ഒരു സംഗതി എന്ന് വെച്ചാൽ, ഓക്കെ, പലരും ആഗ്രഹിക്കുന്നുണ്ടാവും ഫർദർ സപ്പോർട്ട് മീറ്റപ്പുകളും. കോഴിക്കോടിൽ ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട്. കോഴിക്കോടിൽ നമ്മൾ ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, കോഴിക്കോട് ഒരു ഹീലിംഗ് മീറ്റപ്പ് ചാപ്റ്റർ ആരംഭിക്കാൻ പോകണം, ഹീലിംഗ് ചാപ്റ്റർ. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവരെയും, കോഴിക്കോടിൽ നിന്നുള്ള എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ആഴ്ചയിൽ 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് മീറ്റ് ചെയ്തിട്ട്, ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹീൽ ചെയ്യും. ഇത് ഓരോ ഓരോ സ്ഥലങ്ങളിലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ മാസം അതുണ്ടാകും. കുറേ കാലമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം വിചാരിച്ചൊരു കാര്യമാണ്. അപ്പോൾ ശിവപ്രകാശ് സാറൊക്കെ അതിൽ ജോയിൻ ചെയ്യണം, കോഴിക്കോട്ടുകാരനാണല്ലോ. വരണം, വന്നിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കുറേ കാര്യങ്ങൾ എന്തായാലും ചെയ്യാം. പിന്നെ എനിവേ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളൊരു, ഓക്കെ, മണി ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ? നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മണി ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് മണി ബ്ലോക്ക് എന്നുള്ളത് കണ്ടെത്തിയിരുന്നോ സാറ്? എന്തായിരുന്നു താങ്കളുടെ മണി ബ്ലോക്ക് എന്ന് താങ്കൾ വിശ്വസിക്കുന്നത്? ഓക്കെ, എനിക്ക് മണി ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയൊരു മണി ബ്ലോക്ക് ഉണ്ടാകാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? അതായത് കാര്യങ്ങളൊന്നും റെഡിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുമ്പോൾ സാമ്പത്തികം തന്നെയാണ്. ആ ഒരു മണി ബ്ലോക്ക് കാരണമാണ് അത് നമുക്ക് വിചാരിച്ച കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ അഫർമേഷൻസ് എല്ലാം എഴുതാൻ തുടങ്ങിയതിന് ശേഷം അതിൽ നിന്നും കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തേനേക്കാളൊക്കെ കുറച്ച് കളക്ഷനും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ കടയിൽ ഒന്നും കൂടി ഒരു സന്തോഷത്തിൽ നമുക്ക് വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. വെരി ഗുഡ്. അതായത് വർക്കിന് ഇതിനു മുൻപ് ഒരു പ്രതീക്ഷ കുറവുണ്ടായിരുന്നു, ആ പ്രതീക്ഷയൊക്കെ തിരിച്ചു കിട്ടി അല്ലേ? ഓക്കെ. അതെ, തീർച്ചയായിട്ടും സാറേ. അത് അപ്പോ എനിക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിന് ശേഷം ഒന്നുകൂടി മണിയുടെ കാര്യത്തിൽ ഒന്നുകൂടി കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തേനേക്കാളും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയി തോന്നുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ. അടുത്തൊരു കാര്യം, നിങ്ങളുടെ മെന്റർ ആരായിരുന്നു? നമ്മുടെ ടീമിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു? തീർച്ചയായിട്ടും ഹാജിറ ആയിരുന്നു മെന്റർ. അപ്പൊ അവരെപ്പോഴും എപ്പോ വിളിച്ചാലും അവര് എന്നെ ശ്രദ്ധിക്കാറുണ്ട്. അവര് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. വേണ്ട രീതിയിൽ തന്നെ എല്ലാവിധ സപ്പോർട്ടുകളും അവർ ചെയ്യുന്നുണ്ട്, അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ഓക്കെ. സോ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ, ഈ ഹീലിംഗ് ജേർണിയിൽ നിങ്ങൾ ആർക്കാണ്
നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്? ഐ മീൻ ആരോടൊക്കെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്? കാരണം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ? ഈ മീൻ ഈ ഒരു ഹീലിംഗ് ജേണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വൈഫ് നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആരോടൊക്കെയാണ് നിങ്ങൾക്ക് നന്ദി പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് സാറിനോട് തന്നെയാണ്. സാറിനോട് ഈ ആ ഒരു സ്ഥാപനത്തോടും പ്രസ്ഥാനത്തോടും അതുപോലെ അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മെന്റേഴ്സിനോടും എല്ലാവരോടും തന്നെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രത്തോളം അത്രയും വലിയൊരു ഈവന്റ് ആയതുകൊണ്ട്, വലിയൊരു സംഭവം ആയതുകൊണ്ട് എത്ര നന്ദിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അത്രയും വലിയൊരു കാര്യമാണ് സാറും മെന്റേഴ്സ് എല്ലാം ചെയ്യുന്നത്. ഓൾറൈറ്റ്. അതേപോലെ നിങ്ങളുടെ ഒരു 1 മിനിറ്റ് മറ്റുള്ളവർ സംസാരിക്കരുത് പ്ലീസ്. ഓക്കെ, വാട്ട് ഈസ് മൈ മെസ്സേജ്? നിങ്ങളുടെ ഒരു മെസ്സേജ് എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ള? അല്ലെങ്കിൽ അവർ ഓൾറെഡി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും, പ്രോഗ്രാമുകൾ ചെയ്യാതെ കഷ്ടപ്പെടുന്നവരുണ്ടാവും, പ്രോഗ്രാമൊക്കെ ചെയ്യാതെ ഇങ്ങനെ ഇനിയും സംശയിച്ച് നിൽക്കുന്നവരോടൊക്കെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവർക്ക് പണം നഷ്ടപ്പെടുമോ? അവരെന്താണ് ഈ ആക്ച്വലി കോഴ്സിലേക്ക് ചെയ്യണോ വേണ്ടി? വാട്ട് ഈസ് യുവർ മെസ്സേജ്? എനിക്ക് എല്ലാവരോടും ആയിട്ട് പറയാനുള്ളത്, ഈ ഒരു പ്രാക്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ് ആയിട്ട് എല്ലാവരും കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് യാതൊരു വിധ നഷ്ടങ്ങളും ഉണ്ടാവില്ല, ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു വളരെയധികം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ലോകത്തേക്കായിരിക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കുക. അത് 100% ശരിയുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അത്രയും ഒരു പവർഫുൾ ടൂളായിട്ട് നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ. ഇനി വളരെ എല്ലാവരും മനസ്സിലാക്കുക, ഒരു ഇറ്റ്സ് മീ റിയൽ മീയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ശിവപ്രകാശ് സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന, കാര്യങ്ങൾ മാത്രം പറയുന്ന, എന്നാൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പറയുന്നതെല്ലാം ജെന്യൂനായിട്ട് ഒരു പൊടിപ്പും തൊങ്ങലോ ഒന്നും വെക്കാതെ, ഇതാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്, ഇതായിരുന്നു ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്തത്, ഒക്കെ എനിക്ക് ഏറ്റവും നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് മാത്രം കറക്റ്റായിട്ട് ഉത്തരങ്ങൾ പറയുന്ന, വളരെ സ്പെസിഫിക് ആയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും സാർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇനി റിസൾട്ട് കിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോടും സാറിന് ഇതേപോലത്തുള്ള മെസ്സേജുകളാണ് പറയാനുള്ളത്. സോ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് സാറിനോടൊരു ഫൈനൽ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. സാറിന് ഇപ്പോൾ റിസൾട്ട് കിട്ടിയില്ല. ചില ആൾക്കാർ നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുണ്ട്, അവർ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ട്. കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതല്ല, അവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ എനിക്ക് റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. നമ്മുടെ ഈ ഒരു ഇറ്റ്സ് മീ റിയൽ മീ എന്ന് പറയുന്ന സെഷൻ്റെ ഒരു പ്രത്യേകത തന്നെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓൾറെഡി കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും അവരിലൊരു പ്രചോദനം ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ്. സോ അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? റിസൾട്ട് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ തൽക്കാലം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും എന്തായാലും ഈ പ്രാക്ടീസ് തുടർന്ന് പോയി കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടൂളാണിത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് തുടർന്ന് പോകണം എന്നാണ്, ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമേസിംഗ് ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ചില ആളുകൾക്ക് അത് കുറച്ച് സമയം എടുക്കുന്ന മാത്രമേ ഉള്ളൂ. All right, thank you so much, Shivprakash sir, for answering all the questions. നല്ല ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഹായ് എവ്രി വൺ, ഹലോ, ആർ യു ദേർ? ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടോ? ഓൾറെഡി ഉണ്ടോ? ജസ്റ്റ് കം ടു ദ ഈ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യുക, എല്ലാവരും ചാറ്റിലേക്ക് ഒന്ന് വരിക. ജസ്റ്റ് ബി ഹിയർ. ഓക്കെ, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആക്കി മാറ്റുകയും ചെയ്യാം. കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ മീറ്റപ്പിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? ഹായ് ഷിഹാബ്, മീറ്റപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മീറ്റപ്പിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മീറ്റപ്പിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ എല്ലാവരും എന്ത് ചെയ്യുക, MTP എന്ന് കമന്റ് ചെയ്യുക. മീറ്റപ്പ് എന്നുള്ളതിന് MTP പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഔട്ട്. നമ്മൾ രസകരമായിട്ട് ഇനി കുറച്ച് ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയാം,
ഓൾറെഡി പങ്കെടുത്തുള്ള ആൾക്കാരോട് ഓക്കെ മീറ്റപ്പിൽ അടുത്ത മീറ്റപ്പ് വരുന്നുണ്ട്. ആ മീറ്റപ്പിലേക്കും അടുത്ത ഫങ്ഷൻസും പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മീറ്റപ്പിൽ പങ്കെടുത്തുള്ള ആൾക്കാർ ഇന്നത്തെ ഈ ഒരു ഇനിയുള്ള ബാക്കി സെഷൻ ഇപ്പം ശിവപ്രകാശ് സാർ കുറെ കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. ഇതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നിങ്ങളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, വരിക, വന്നിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടുത്തുക. എങ്ങനെ ഉണ്ടായിരുന്നു ഇവന്റ്? അടിപൊളിയായിരുന്നു? എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹൗ വാസ് ഇവന്റ്? ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഷിഹാബ്? യെസ്, അടിപൊളി ഇവന്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ 1 വീക്ക് ആയി പോയി. ഏകദേശം ഈ ദിവസത്തിന് 8 days ആയി. ഭയങ്കര ചേഞ്ചിങ് ആണ് ലൈഫിലുള്ളത്. പിന്നെ സ്മൈൽ പറഞ്ഞ സംഭവം ജീവിതത്തിൽ വന്നു. അത് പ്രാക്ടീസ് ചെയ്ത് ഒന്നുകൂടെ തുടങ്ങി. ഡിഫറെന്റ് മറ്റേ ചേഞ്ചിങ് ആണ് കസ്റ്റമറുടെ ഇടയിൽ, അതുപോലെ വീട്ടില് മൊത്തത്തിൽ ചേഞ്ചിങ്. മൊത്തം ഒരു 1 day കൊണ്ട് ലൈഫേ മാറി. പിന്നെ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. എന്താ ചെയ്യണത് കറക്റ്റ് പ്രാക്ടീസ് ചെയ്ത് നല്ല റിസൾട്ടാണ്. ഓക്കെ, ഷിഹാബ് പറയൂ. ഭയങ്കര ചേഞ്ചിങ് ഉണ്ട് ലൈഫിൽ, മൊത്തം ചേഞ്ചിങ് ഉണ്ട്. ഒരു 1 day കൊണ്ട് ലൈഫ് മൊത്തം ചേഞ്ച് ആകുക പറഞ്ഞു. ഓൾറെഡി FD ചെയ്തിരുന്നെങ്കിൽ പോലും സാറെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 1 day എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയായിരുന്നു. ആ ഒരു ദിവസം പോയത് മണിക്കൂറുകൾ എങ്ങനെ പോയി തന്നെ അറിഞ്ഞില്ല. അങ്ങനെ ദിവസമായിരുന്നു. ശരിക്കും മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു വെച്ചാൽ എപ്പോഴും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശരിക്കും ആ ടൈമിന്റെ ഇത് നമ്മൾ അറിയുന്നത്. പിന്നെ അതേപോലെ പ്രാക്ടീസും കാര്യങ്ങളും സംതിങ് ഡിഫറെന്റ് ആണ്. ഇതിൽ ഇതുവരെ കയറാത്ത ആൾക്കാർ, ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ഒക്കെ കയറണം എന്നുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്ക് ഇത് കയറിയാൽ തന്നെ അറിയുള്ളൂ. ഈ പറഞ്ഞ പോലെ റിസൾട്ട് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ മണി ബ്ലോക്കിനൊക്കെ ചെറിയൊരു 1 day ക്ലാസ് കൊണ്ട് തന്നെ എന്റെ കുറച്ച് മണി ബ്ലോക്കുകളുണ്ട്, അതൊക്കെ റെഡി ആയി വന്നു. ഒരു 2 days ബാക്കാണ് അത് റെഡി ആയി വന്നു. ഒരുപാട് ചേഞ്ചിങ് ഉണ്ട്. അത് മാത്രമല്ല, പിന്നെ ലൈഫിൽ ഒരു 1 week കൊണ്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് തന്നെയാണ്. ഭയങ്കര ചേഞ്ചിങ് ആണ്. പിന്നെ ഇത് സ്മൈൽ അന്ന് ഹീൽ ചെയ്തപ്പോ എന്റെ സ്മൈലാ വന്നത്. അത് ഭയങ്കര ചേഞ്ചിങ് ആയി വെച്ചാല് ഞാൻ സ്മൈൽ പ്രാക്ടീസിൽ തുടങ്ങിയതിന് ശേഷം അതിന് റിസൾട്ട് കാരണം എവിടെ പോയാലും നമുക്കിപ്പോ ഒരു ലാസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോലെ തന്നെ ആരും എന്നെ അറിയില്ല, പക്ഷെ അവസാനം പോയ ഭയങ്കര കമ്പനി ആയിട്ടാണ് പോകുന്നത്. ഒന്നുമില്ല സ്മൈല് കാരണം. അത് സാറ് ഒരു 10 മിനിറ്റിന്റെ സ്മൈൽ ചെയ്ത ഹീലിംഗ് കാരണം അവർക്കൊരു മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഭയങ്കര ചേഞ്ചിങ് ആയി റിസൾട്ട്. ശരിക്കും ഷിഹാബ് ശരിക്കും അതിൽ ഏറ്റവും കൂടുതൽ സ്മൈലിന്റെ കാര്യത്തിൽ ആ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അന്ന് അവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടും അതേ ചിരി ഇടയ്ക്ക് ഇങ്ങനെ വന്നിരുന്നു. എന്താണ്? വന്നതിന് ശേഷം ഹീലിംഗ് ചെയ്യുമ്പോൾ വന്നിരുന്നു. ഇപ്പോഴും ചിലപ്പോ വരാറുണ്ട് ഹീൽ ചെയ്യുമ്പോൾ വരും. എന്തിനാന്ന് അറിയില്ല, ഉള്ളെന്ന് ചിരിച്ചോണ്ടിരിക്കും. അതെ 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 അതെ. ഒരു ബ്ലാങ്ക്, വേറെ ഒന്നുമില്ല, ഡിപ്രഷനോ കാര്യങ്ങളൊന്നുമില്ല. സംതിങ് എല്ലാം എവിടെ പോയ പോലെ തോന്നുന്നത്. പിന്നെ ആ ഒരു ഡ്രസ് ഇട്ട് ആലോചിക്കുമ്പോ നോർമൽ അല്ലെങ്കിൽ ചിരി വരും. അതായത് ഒരു 6 years 7 years ബാക്ക് ഡ്രസ്സിന്റെ കളർ എനിക്ക് ഹീൽ ചെയ്തപ്പോ വന്നിരുന്നത്. അത് ആലോചിക്കുമ്പോ, നോർമലി ആലോചിക്കുമ്പോ തന്നെ ചിരി വരും. ഒന്ന് ആലോചിച്ച് നോക്കണോ? ഓക്കെ, സോ ആ ലെവലില് എന്തായാലും വളരെയധികം സന്തോഷം. അപ്പൊ നല്ല റിസൾട്ടുകൾ ഉണ്ട്. ഇനി ഫാമിലിയൊക്കെ എന്താ പറയുന്നത് ഈ റിസൾട്ട് ചേഞ്ച്? അവര് ഞാൻ ഇന്നലെ വൈഫിനോട് ചോദിച്ചു. പറഞ്ഞു ഭയങ്കര ചേഞ്ചിങ് തോന്നുന്നുണ്ട്, എന്തൊക്കെ ഒരു മാറ്റല് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ക്യാരക്ടറിലോ ചോദിച്ചാണ്. ക്യാരക്ടറിലും ഉണ്ട് ഇപ്പൊ എന്തൊക്കെ മാറ്റം, ഭയങ്കര എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ ഒന്നുകൂടെ ഡീപ്പായി. മറ്റേ അവരെന്നെ എന്താ പറ്റിക്ക് പറ്റിക്കണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ചോദിച്ചത്? അപ്പൊ ചോദിച്ചാൽ ഒന്നുകൂടെ ഫ്രണ്ട്ലി ആയ പോലെ തോന്നുന്നുണ്ട് കാരണം. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ വൈഫിനോട് ചോദിച്ചു, കുട്ടികൾ ഇങ്ങനെ പറയുമ്പോ ഓരിങ്ങനെ പറഞ്ഞു, ഉമ്മയും പറഞ്ഞു, അങ്ങനെ ഉമ്മയും പറഞ്ഞു എന്തോ ഡിഫറെന്റ് അന്നാ പോയെന്ന് ഭയങ്കര ചേഞ്ചിങ് തോന്നുന്നുട്ടോ പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ട്. ഓക്കെ, ഷിഹാബ് എവിടെ, സ്ഥലം എവിടെയായിരുന്നു? ഞാൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ. സോ തീർച്ചയായിട്ടും നമുക്ക് പെരിന്തൽമണ്ണ നമ്മുടെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ഷിഹാബ് ഹീലിംഗിന്റെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആ സമയത്ത് എന്തായാലും ഷിഹാബിന്റെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവണം. അധികം വൈകാതെ നമുക്ക് അതിന്റെ മീറ്റപ്പും ഡിസ്കഷൻ. അപ്പം കാലിക്കറ്റ് എന്ത് ചെയ്യാ, നമ്മൾ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, കാലിക്കറ്റിലേക്ക് വരിക. ഒരു ഫർദർ ഡിസ്കഷൻ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെരിന്തൽമണ്ണ നമുക്കൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ വേറെ കാര്യങ്ങളുണ്ടോ? എന്റെ ഉമ്മാക്ക് തണ്ടൽ വേദന ഉണ്ടായിരുന്നു. ഉമ്മാക്ക് ഞാൻ ഈ പ്രാക്ടീസ് ജസ്റ്റ് പറഞ്ഞു കൊടുത്തിരുന്നു. ഉമ്മ ചെയ്തതിനു ശേഷം ഉമ്മനോട് പറഞ്ഞു എന്താ ഈ സംഭവം, എങ്ങനെ ഇത് റെഡി ആവണോ ചോദിച്ചിനോട്. അപ്പൊ എന്താന്ന് വെച്ചു, ഭയങ്കര ചേഞ്ചിങ് കടാ, എന്താന്ന് അറിയില്ല പറഞ്ഞു. അവരൊക്കെ ഒരു 3 days 4 days ഉമ്മാന്റെ ഉമ്മാക്ക് വയ്യാത്തോണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണം എന്ന് അങ്ങനെ അടുത്ത് പോകുമ്പോൾ ഉമ്മ ഉണ്ട് ബാക്കിൽ നല്ല ടാപ്പിംഗ് ആണ്. അപ്പൊ നോക്കുമ്പോ പിന്നെ എന്നോട് പിറ്റേ ദിവസം പറയാണ് ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞാൽ ആകെ നെഞ്ഞു വേദനിക്കുന്ന പോലെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ബാക്കിന് ചെയ്തപ്പോ എന്താ അറിയില്ല, പിന്നെ ഒന്നും എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് ഉമ്മയാണ് പിന്നെ ബാക്കിയുള്ള ഉമ്മാന്റെ അടുത്ത് നിന്നത് ഉമ്മയായിരുന്നു.
ഭയങ്കര കോൺഫിഡൻസ് ആയി. ഞാൻ അമ്മനടുത്ത് നിന്ന് പറഞ്ഞു. എന്നോട് ഇന്നലെ പറയാണ് എനിക്കൊരു ധൈര്യം കിട്ടി, എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ലാന്ന്. അപ്പൊ അത് എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും യൂസ് ചെയ്യാ. ഡിപ്രഷൻ മാത്രമല്ല, എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും എന്താണോ ഇതിൽ എന്തിനൊക്കെ ചെയ്യാൻ പറ്റാത്ത ഒക്കെ ചെയ്യാന്നാണ് ഉള്ളത്. ഇതിൽ ചേരാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ചേർന്ന് ലൈഫ് എൻജോയ് ആക്കുക. വെരി ഗുഡ്. ഷിയാബ്, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അന്ന് പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അന്ന് ഒരുപാട് പോയിന്റുകൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ? ഞാൻ കുറെ പോയിന്റ്സുകൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എനിക്കത് ആ ഹീൽ ചെയ്യുമ്പോഴേ ട്രാൻസിലേക്ക് പോകുന്നത് ഭയങ്കര ചേഞ്ചിങ് ആയി തോന്നുന്നുണ്ട്. മറ്റേ മെത്തേഡിൽ കേട്ടോ. ആ ട്രാൻസിലോട്ട് പോകുമ്പോ നമ്മൾ ശരിക്കും സെൽഫ് ചൈൽഡ് ഹീലിംഗ് ആയാലും അതുപോലെ തന്നെ മറ്റേ ഒരു വെഡിങ് ടൈം അങ്ങനെ ആലോചിച്ചിരുന്നു. സോ ആ ഹീലിംഗിലേക്ക് പോകുമ്പോൾ ഭയങ്കര എഫർട്ട് അത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യലുണ്ട്. സോ എന്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഓർമ്മ വരും. അതൊക്കെ പിന്നെ ഞാൻ ആലോചിച്ചെടുക്കുമ്പോൾ അതിൽ ടെൻഷൻ ഇല്ല, എൻജോയ് ചെയ്യാറുണ്ട്. അത് ആലോചിച്ചെടുക്കുമ്പോൾ ടെൻഷൻ ഓൾറെഡി അവിടെ വെച്ച് തീർന്നു. അന്നത്തെ ആ ഹീലിംഗിൽ എന്റെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു അത് അവിടെ വെച്ച് തീർന്നു. പിന്നെ ടെൻഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരുപാട് പ്രോബ്ലംസ് വരുമ്പോഴും അത് കൂളായിട്ട് ഹീൽ ചെയ്യും. ശരിക്കും 5 years 7 hours ക്ലാസ് ആയിരുന്നു. അവേഴ്സിന്റെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാല് ഒരു ലൈഫ് ഇത്രയും കാലം ജീവിച്ച സംഭവത്തിൽ ഭയങ്കര ഒരു ദിവസം കൊണ്ട് ചേഞ്ച് ആവുക പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് അതിന്റെ കാര്യം. അത് പഠിച്ച ആൾക്കാർക്ക് അറിയാം. പഠിക്കാത്ത ആൾക്കാർ ഇനിയും മടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, മുമ്പോട്ട് വരിക. എന്നിട്ട് ഇത് എന്താണ് സംഭവം എന്നറിയാം, എൻജോയ് ചെയ്യുക ലൈഫ്. പിന്നെ അതിനുശേഷം പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കവർ ചെയ്യാനുള്ള കഴിവുണ്ട്. പല പ്രശ്നങ്ങളും വരുമ്പോൾ സാധാരണ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒന്ന് ബാക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നേരെ മുമ്പോട്ട് വെക്കുമ്പോൾ പ്രശ്നം ഫേസ് ചെയ്ത് തന്നെ പിന്നെ കൂളാണ്. മറിച്ച് എന്താ വെച്ചാൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ മാറി നിൽക്കായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാവും. സോ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നേരെ മുമ്പോട്ട് വെക്കുമ്പോൾ അത് അവിടെ വെച്ച് ക്ലോസ് ആയി. സോ ആ ഒരു ധൈര്യം ഇതിൽ വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ഷിയാബ്, അതിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ നമ്മൾ അന്ന് പഠിപ്പിച്ചിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? അല്ല, അത് അതായത് ഒന്നാമത് ഇത് കയ്യിലുണ്ട് എന്നൊരു ധൈര്യമുണ്ട്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോ തന്നെ അവർ അറ്റാക്ക് ചെയ്യാൻ പ്രശ്നം വരുമ്പോൾ ഞാൻ പ്രശ്നത്തിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നു. പിന്നെ ഈ സമയം കടന്നു പോകുന്ന ഒരു മൈൻഡ് ഉണ്ട്. അതതിൽ മെയിൻ കാര്യം. ഇത് താൽക്കാലികമാണ്. ഈ ഒരു ഡിപ്രഷൻ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ടൂൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് അറ്റൻഡ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്ത ശേഷം പിന്നെ അതിന് സൊല്യൂഷൻ. ആ സൊല്യൂഷനുള്ളത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ കട്ടിങ് ഒക്കെ സെറ്റ് ആട്ടോ. സാറ് പറഞ്ഞ എനർജി സെറ്റാണ്. അത് കറക്റ്റ് ആണ്. എന്താ വെച്ചാല് പല ആൾക്കാരും ഫീലിംഗ് പറയുമ്പോ നമുക്ക് ആ ഫീലിംഗ് ആവാറുണ്ട്. അപ്പൊ നെയ്സിൽ കാണാതെ എങ്ങനെ ആക്കും. അപ്പൊ അവർക്ക് അറിയില്ല എന്താ സംഭവം എന്ന്. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ സംഭവം എനർജി പക്കയാണ്. സാർ തന്ന ഒരുവിധം 90% മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ മെഡിറ്റേഷൻ ഒന്നുകൂടെ കവറാക്കി. രാവിലെ മുതൽ മെഡിറ്റേഷൻ ഒന്ന് ബാക്കൗട്ട് ഉണ്ടായിരുന്നു, അത് കവറായി. മെഡിറ്റേഷൻ ഒക്കെ കവറായി, ബാക്കോട്ട് ക്ലിയർ ആയി. അതെ. എക്സസൈസ് ഒക്കെ ബാക്കിലുണ്ടായിരുന്നു. എക്സസൈസ് കണ്ടിന്യൂസ് മാക്സിമം ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്നാണ് ചെയ്തിരുന്നത്. അതൊക്കെ ബാക്കൗട്ട് ആയിരുന്നു. അതൊക്കെ കറക്റ്റ് എടുത്തതിന് ശേഷം ഇപ്പൊ ഈ 7 days ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പോൾ കൺസിസ്റ്റൻസി തിരിച്ചു കിട്ടി. അതെ. തുടർച്ചയായിട്ട് തിരിച്ചു കിട്ടി. ഇനി അത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ പാർട്ണർ ഉണ്ടായിരുന്നല്ലോ കൂടെ, അല്ലേ? പാർട്ണർ ഒക്കെയാണ്. പാർട്ണർ എന്താ പറയുന്നത്? ആളിവിടെ ഉണ്ടോ? അപ്പൊ ആളുണ്ട് ഇവിടെ. പാർട്ണർ ഒന്നുകൂടെ നമുക്ക് പോകണമെന്ന് അറിയണ്ട്. ഓക്കെ. അന്നത്തെ സെഷനെ പറ്റി അയാളുടെ അഭിപ്രായം എന്തായിരുന്നു? അയാൾ ടൈം പോയതാണില്ല. അങ്ങനെ സെക്ഷൻ അറിയില്ല. എനിക്ക് ഓൾറെഡി എഫിനെ കുറിച്ച് അറിയാം. അയാൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. മറ്റേ ഒരുപാട് ചേഞ്ചിങ് ഉണ്ടല്ലോ ലൈഫിൽ, ഇങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാവും ചോദിക്കേണ്ട ആള്. അവനക്കും ചേഞ്ചിങ് ഉണ്ട്. വെരി ഗുഡ്. താങ്ക് യു. എന്തായാലും ഷിയാബ്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഇനി നമുക്ക് ഇവിടെ കുറെ ആൾക്കാർ വേറെ ഉണ്ട്. അതേപോലെ താഹിറ, അതേപോലെ ഷ്യാം, നുസ്രത്ത്, ആർക്കും എന്ത് ചെയ്യാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സംസാരിക്കാം. അന്ന് ഇവിടെ വേറെ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് പറയാമോ? ആർക്കും ഒന്ന് വീഡിയോയിൽ വന്ന് സംസാരിക്കുക. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സജീറ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹമീദ് CV ചെറുവണ്ണൂർ. ഹമീദ് വന്നിട്ടുണ്ടായിരുന്നു. ഹമീദ് പറയൂ. ഹമീദ് നമ്മളുടെ അതിന് വരുന്നതിന് മുൻപ് പല കൺസേൺസുകളൊക്കെ ഉണ്ടായിരുന്നു. വന്നതിന് ശേഷമുള്ള ഹമീദ് എന്താണ് എക്സ്പീരിയൻസ് എനിക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവിടുന്ന് ഞാനൊരു വിഷ്വൽ ചെയ്തിരുന്നു. സാറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള ധാരണ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ, എനിക്ക് കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ചോദിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ അവിടുന്ന് തന്നെ വിഷ്വൽ ചെയ്തു. അപ്പൊ ഞാൻ യാത്ര പറഞ്ഞ് തിരിച്ചു പോരാൻ നോക്കുമ്പോ സാറേനെ ഇറങ്ങി വന്ന് നമ്മൾ ഫോട്ടോ എടുത്തല്ലോ.
യാ 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 ആ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ആഹാ. പക്ഷെ വിഷ്വൽ വിജയിച്ചിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതെല്ലാം അയച്ചു തരുന്നതാണ്. അതെ നമ്മുടെ ക്യാമറയിലല്ലേ ഫോട്ടോ ഏതിലെടുത്തത്? ക്യാമറയിലല്ലല്ലോ, മറ്റേ ഫോണിലാന്നല്ലോ ശരത് സാറ്. ശരത് സാർ എടുത്തത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ശരത് സാറെ ബന്ധപ്പെട്ടാൽ മതി, അദ്ദേഹം അയച്ചു തരും കേട്ടോ. ഏത് ഗ്രൂപ്പിലെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പറ നമ്പർ എൻ്റെ ഇല്ല, ഞാൻ അസ്മാ അവനോട് പറഞ്ഞു. ശരി ശരി. അസ്മാമനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അസ്മാമ വാങ്ങിച്ചു തന്നോളൂ കേട്ടോ ശരത് സാർ എടുത്ത്. ഓക്കെ, സോ അപ്പൊ ഫോണിൽ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് തന്നെ മാനിഫെസ്റ്റേഷൻ ഒരു സൈഡിൽ ഒരു സംഗതി ഉണ്ടായി. നിങ്ങൾ ആഗ്രഹിച്ചു, ഞാൻ അങ്ങോട്ട് വന്നു, എന്നിട്ട് അത് എടുക്കുക എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. സോ ഓക്കെ, മറ്റുള്ള കാര്യങ്ങൾ സാറിനെ സംബന്ധിച്ചിടത്തോളം, അമിത് ഖാനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ചേഞ്ചസ് അന്നത്തെ പ്രോഗ്രാമിൽ വന്നിട്ട്, അല്ലെങ്കിൽ അന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റി, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയോ, കാഴ്ചപ്പാടിൽ കുറച്ച് മാറ്റങ്ങൾ വന്നോ, ഈ ഹീലിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയോ, എന്താ തോന്നിയത്? കുറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു, കുറെ സിമ്പിളായിട്ട് കാര്യങ്ങൾ എടുക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇതിലെല്ലാം ഉപരി എന്ന് പറഞ്ഞാല് ഞാന് ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ അങ്ങ് എൻജോയ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. കാരണം വെച്ചാൽ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടുന്ന് ചപ്പലൊന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ അവിടെ നടന്നത്. ഓരോ നിമിഷവും കഴിഞ്ഞ് ഇനിയിപ്പം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അങ്ങനെ നടന്നു പോകും എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് അവിടെ ഉണ്ട്. അവിടെ ഇരിക്കുന്നവരെ പിന്നെ നിസ്കരിച്ചിട്ടില്ല, അതങ്ങനെ ചെയ്യും. ഈറ്റാലത്തെ 1-2 പ്രശ്നങ്ങൾ ഇതുപോലെ ഞാൻ എവിടെ പോയാലും എന്റെ പ്രശ്നം, അതുകൊണ്ട് ഞാൻ എവിടെ പോവാറില്ല. അപ്പൊ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ എൻജോയ് ചെയ്യാനോ അല്ലെ ഒന്നും ഇതാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ സഹായം ഒപ്പരം വേണ്ടിയിരുന്നു, അങ്ങനെ ആരും ഇല്ലായിരുന്നല്ലോ, ഒരാടാക്കിയും പോന്ന്. അപ്പം വെറുതെ ഇങ്ങനെ ഉള്ളിൽ ബേജാറ് ഉണ്ടാകുക, അതാണ് എനിക്ക് അവിടെ കൂടുതലായിട്ട് പിന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ. അല്ല, അതൊരു സിറ്റുവേഷന്റെയും സാഹചര്യത്തിന്റെയും അവസ്ഥ കൊണ്ട് അങ്ങനെ വരുന്നതായിരിക്കാം. പക്ഷെ എന്തായാലും അതെന്ത് ചെയ്യണം, അത്തരത്തിലുള്ള തോട്ട്സുകളൊക്കെ റിലാക്സ് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ട് കളയണം. ആ ടെക്നിക്ക് പഠിപ്പിച്ച പ്രകാരം എവിടെ പോയെങ്കിലും റിലാക്സ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഓവർ സീരിയസ് ആയിട്ട് ഒന്നിനെ കുറിച്ച് ചിന്തിക്കട്ടെ, ലെറ്റ് ഗോ ചെയ്യുക. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ വന്നോളും എന്നുള്ള രീതിയിൽ തോട്ട് കൊടുക്കുക. എനിവേ, നമുക്ക് അടുത്ത ആളാരാണ് ഷെയർ ചെയ്യാനുള്ളത്? ആരാണ് ഇനി ഷെയർ ചെയ്യാനുള്ളത്? റിഹാനത്ത് മാം, ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാമിൽ, നമ്മുടെ മീറ്റപ്പിൽ വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, എന്താണ് ഹലോ, നിങ്ങൾ? ഗുഡ് മോർണിംഗ് യെസ്, സർ. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. വീഡിയോയിൽ ഒന്ന് വരാമോ? വീഡിയോയിൽ വരാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത് കാണാൻ വേണ്ടി. പറഞ്ഞോളൂ. ഗുഡ് യെസ്. മോർണിംഗ് സർ, സമീർ അല്ലേ? ഓക്കെ, ഷമീറ മാം പറഞ്ഞോളൂ, എന്താണ് അവസ്ഥ, പറയൂ. സർ, ഐ എം ഹാപ്പി. എൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കോഴിക്കോട് ഞാൻ വന്നതും ആ പരിപാടിയിൽ പങ്കെടുത്തതൊക്കെ ഇപ്പോഴും ഞാൻ അതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ എൻ്റെ മെൻറ്ററിനോട് പറഞ്ഞിരുന്നു, എനിക്ക് വലിയൊരു എന്താണെന്നറിയില്ല, ഞാനതിൽ പങ്കെടുത്തത് തന്നെ ഫസ്റ്റ് വലിയൊരു അപാരമായ അനുഗ്രഹമാണ്. ഇപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ സാറിനോട് വരാൻ നേരം ഷെയർ ചെയ്തിരുന്നു ഞാൻ കറൻ്റ്ലി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വലിയൊരു പ്രയാസത്തോടുകൂടിയാണ് ഞാൻ ഇരുന്നത് തന്നെ. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയത് ഞാൻ സാറിനോട് പറഞ്ഞിട്ടാണ്. അതിന് തൊട്ട് മുമ്പുള്ള സെക്ഷൻ ഞാൻ സാറിനോട് കരയുമായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സെൽഫ് ലോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സാറിനോട് കരഞ്ഞ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ എനിക്ക് റിലാക്സ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ കൂടുതലും എനിക്ക് ആ 4 വേർഡാണ്, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ഞാൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടും പെട്ടെന്ന് ഇന്നത്തെ സെക്ഷനിൽ 2 ദിവസം കൊണ്ട് മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ ഇന്ന് ഈ ഇറ്റ്സ് മീ റിയൽമി കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം രാവിലെ പെട്ടെന്ന് ഉണർന്നതാണ്. പക്ഷേ അവിടെ വെച്ച് തന്നെ എനിക്ക് ആ ഒരു 4 വേർഡ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു 4 വേർഡ്. പിന്നെ റിലീസ്, റിലാക്സ്. പിന്നെ എനിക്ക് കൂടുതലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാം എനിക്ക് സങ്കടമാണ്. എപ്പോഴും ഫീലിങ്സ്, എനിക്കൊന്നിനും കഴിയില്ല, എടുക്കാൻ കഴിയുന്നില്ല, അത് ചെയ്യാൻ കഴിയുന്നില്ല ഒരു പ്രശ്നമാണ് എനിക്കുള്ളത്. എപ്പോഴും എനിക്ക് സെൽഫ് ലോ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ അത് ഓക്കെ ആവും. എന്തായാലും അവിടെ വന്നു എൻ്റെ മെൻറ്റർമാരെയൊക്കെ കാണാൻ കഴിഞ്ഞു, സാറിനെ കാണാൻ കഴിഞ്ഞു. ഒക്കെ വല്ലാത്തൊരു, വീണ്ടും എനിക്ക് അഡ്വാൻസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയാത്തത് കാരണം അടുത്തതിലേക്ക് ഞാൻ നീക്കി വെച്ചേക്കാണ്. എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച ഒന്ന് മാറിയിട്ടുണ്ട്. കുട്ടികൾ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നലെ മോൻ ചോദിക്കുകയാണ്, അവിടെ പോയപ്പോൾ ഇങ്ങനൊരു മാറ്റം വന്നു, എപ്പോഴാണ് ആ മാറ്റം വന്നത്? അവ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം മോന്. അപ്പോൾ അവരറിഞ്ഞിട്ടില്ല ആ ഒരു പ്രശ്നം വന്നതും അത് സോൾവ് ആയതും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പരിപാടി കഴിഞ്ഞ് വന്ന് പോയപ്പോൾ അത്
EFT കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു യെസ് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് ആ മാറ്റം ഫീൽ ചെയ്തത്. എന്തായാലും അൽഹംദുലില്ലാ ആ ഒരു മനസ്സിന് പിന്നെ ചെറിയ വലിയൊരു ട്രോമകൾ ജീവിതത്തിൽ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. ചൈൽഡ്ഹുഡിലും ഒക്കെ ഒരുപാട് അത് എൻ്റെ ഇത് തന്നെയാണ് സാറേ. ഞാൻ ഓവർ തിങ്കിങ് ആണ്, ഒന്നിനെക്കുറിച്ചും ഓവർ തിങ്കിങ് ആണ്. പിന്നെ ഇറ്റ്സ് ഓക്കെ, ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാം അൽഹംദുലില്ലാ എന്തായാലും സാറിൻ്റെ അക്കാഡമിയുടെ ഭാഗമാവണമെന്നുള്ള അധിക താല്പര്യത്തിലാണ് ഞാനുള്ളത്. ഇൻഷാ അല്ലാ അത് ഞാൻ അച്ചീവ് ചെയ്യും. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. വലിയ നല്ലൊരു സെക്ഷനാണ്. ഞാൻ പറയുന്നത് ഈ ഒരു സെക്ഷനിൽ മടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡാണ്, സാറ് പറഞ്ഞല്ലോ, ചിന്തയാണ് നമ്മളുടെ എല്ലാ പ്രശ്നത്തിനും കാരണം. ചിന്തിക്കുന്നത് തന്നെയാണ്. ഞാനാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ. എനിക്കൊരു പ്രൗഡ് ഇല്ലായിരുന്നു, എനിക്ക് എന്നെ കുറിച്ചൊരു പ്രൗഡ് മൊമെന്റ് ഞാൻ കൊടുക്കാറില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ആരൊക്കെയോ ആണ്, എന്തൊക്കെ ഞാൻ സ്ട്രോങ് ആണ്, എന്തൊക്കെയാണെന്നുള്ളൊരു ഒരു ഭാവം ഒന്നുണ്ട്, അഹങ്കാരമല്ല, എന്തൊക്കെയാണെന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ സാറിൻ്റെ മെൻറ്റേഴ്സിനെ സമ്മതിക്കണം കേട്ടോ. സാറിൻ്റെ അക്കാഡമിയിലെ മെൻറ്റേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് 4 പേരെ എനിക്കറിയാം. ഒന്ന് ശരത് സാറ്, ഒന്ന് താഹിറ മാം, ഒന്ന് ഒരു ജസീല, പിന്നെ നമ്മുടെ ഹാജറ മാം. ഇവർ ഇത്രയും പേരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഹാജറ മാമിൻ്റെ തെറാപ്പിയാണ് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ താഹിറ മാം എന്നെ നല്ലോണം ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഓരോ ചിലപ്പോൾ ഇങ്ങനെ വീക്കായിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിസ് കോൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അവരുടനെ കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് എല്ലാ സൊല്യൂഷനും പറഞ്ഞു തരികയും ചെയ്യും. വേറെ വലിയൊരു കുടുംബത്തിൽ വന്ന് കയറിയത് പോലുള്ളൊരു ഫീൽ. എന്തായാലും എല്ലാവരും ആരും മടിച്ചു നിൽക്കാതെ പ്രോഗ്രാമിലേക്ക് വരിക. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വന്നത്. അത് തന്നെ വലിയൊരു ചലഞ്ചായിരുന്നു. തിരുവനന്തപുരം ടു കോഴിക്കോട് യാത്ര ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. അതും ഞാൻ ചലഞ്ച് എടുത്ത് വന്നതാണ്. എന്തായാലും അൽഹംദുലില്ലാ എനിക്ക് വളരെയധികം സന്തോഷമായി. നേരത്തെ നമ്മളെ ഷിഹാബ് സാർ പറഞ്ഞ പോലെ ഞാൻ അവിടെ വിചാരിച്ചു എന്തിനാ ഈ സാർ ഇങ്ങനെ ചിരിക്കുന്നത്. എൻ്റെ ഹീലിംഗ് കരാട്ടെ ചോപ്പിംഗ് തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൈൻഡിൽ ആദ്യം വിചാരിച്ചു സാർ ഇത് ശ്രദ്ധിക്കുന്നില്ലേ, അപ്പോൾ സാറും ചിരിക്കുന്നുണ്ട്, അദ്ദേഹം ചിരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി അത് കിളി പാറിയതാണ്. അങ്ങനെ ഒരു സെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഹീലിംഗ് ചെയ്യുമ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ആ ഒരു ഇത്രയും ഹീലിംഗ് ആവണമെങ്കിൽ ആ മൊമെൻ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ അവിടെ ആ ഒരു ഇതിൽ എത്താൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സമീറ ഫോർ ഷെയറിങ്. അന്ന് സമീറ മാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമീറ മാമിന്റെ ഒരു വലിയൊരു മിറക്കിൾ അവിടെ സംഭവിച്ചു അല്ലെ. ആ മിറക്കിളിനെ കുറിച്ച് കൂടുതലൊന്നും മാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പൊ വലിയ മിറക്കിൾ എന്ന് പറഞ്ഞു അതൊന്നും മാമിന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ആക്ച്വലി ഒരു ബുദ്ധിമുട്ടില്ല സർ, ഒരു ബുദ്ധിമുട്ടില്ല. അത് പല ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലേ? സ്ട്രഗിൾ അല്ല സാറേ. കറന്റ് ഞാനും ഹസ്ബൻഡുമായിട്ട് ചെറിയൊരു പിന്നെ ഭയങ്കര ഡീപ്പ് ലവ് ആയിരുന്നു. അപ്പൊ എന്തോ ഒരു ചെറിയൊരു പിന്നെ ഫാമിലി ഇഷ്യൂസിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ തീരെ മിണ്ടാതായി. ഉണ്ടായെന്ന് വെച്ചാൽ 6 മാസത്തോളം, ഒരു 6-7 മാസത്തോളം ഞങ്ങൾ തമ്മിൽ തീരെ നമ്മളെ സംസാരിക്കാത്ത, ഒന്ന് ഫോൺ കോൾ പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അകന്നുപോയി. അകന്നെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് കാരണം. ഞാനങ്ങ് അവിടെ നിന്ന് ആ ഒരു സ്പേസ് അങ്ങ് ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ എനിക്കത് താങ്ങാൻ കഴിയുന്നായിരുന്നില്ല. ഒരു നിമിഷം പോലും ഞങ്ങൾ സംസാരിക്കാതിരിക്കുകയോ പിന്നെ ഒന്നും ചെയ്യാത്ത ആളുകളല്ല. ഒരു അരമണിക്കൂർ വിളിക്കാൻ താമസിച്ചാൽ പോലും ഞാൻ വറീഡാണ്. അങ്ങനെയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സംഭവം ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ അറിയിക്കാതെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വല്ലാണ്ട് ഡെസ്പായിപ്പോയി. കാരണം എനിക്ക് 2 മാസം പിന്നെ സൈക്കാട്രി മെഡിസിൻ എടുക്കേണ്ടി വന്നു. അത്രത്തോളം. അപ്പോൾ അതിൻ്റെ ഡീപ്പ് അറിയാമായിരിക്കുമല്ലോ. അത്രത്തോളം എൻ്റെ മെൻ്റലി ഞാൻ സീറോ ആയിപ്പോയി. അതുപോലെ എനിക്ക് കൂടുതലും എനിക്ക് ജീവിക്കണ്ട എന്നുള്ളൊരു തോട്ട് വന്നു. എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മൈൻഡ് ആയിരുന്നു, ഫുൾ നെഗറ്റീവ് മൈൻഡ്. എന്ത് ചെയ്യും, പക്ഷേ പടച്ചവനെ ഓർക്കുമ്പോൾ എനിക്ക് ആ തെറ്റിലേക്ക് പോകാനുള്ള ഇതും തോന്നുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ മരിക്കണോ ജീവിക്കണോ എന്നൊരവസ്ഥയിലായിരുന്നു.
കുട്ടികളോടത്തുള്ള ഒരിതില്ല. വീട്ടില് സഹോദരങ്ങളാണെങ്കിലും തുടരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഒരു 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 ഹായ് പറയാൻ പോലും എനിക്ക് കഴിയാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് അകന്നുപോയി. അപ്പൊ ഞാൻ അവിടെ വെച്ച് തന്നെ സാറിന്റെ ഹീലിംഗ് 2 സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ വരുമ്പോ തന്നെ ആളിനോട് പറഞ്ഞിട്ടുണ്ടായില്ല ഇങ്ങനെ ഈ ഒരു സംഗതിക്കാണ് വരണമെന്ന്. ഞാൻ കോഴ്സ് ചെയ്ത കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ട്രെയിനിൽ വെച്ച് തന്നെ എന്നോട് നെഗറ്റീവ് പറഞ്ഞു, എന്നോട് ചോദിക്കാതെ പോയി അനുവാദം. ഞാൻ പോകുന്നു പറഞ്ഞു, കോഴിക്കോട് പോകും, ഇന്ന കാര്യത്തിനാണ് പോവാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ട്രെയിനിൽ വെച്ച് തന്നെ ഇനി നെഗറ്റീവ് കമന്റാണ് വന്നത്. ഇനി ഇങ്ങനെ സംസാരിക്കണ്ട, എന്നോട് അനുവാദം ഇല്ലാതല്ലേ പോയെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നല്ലൊരു കാര്യത്തിന് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്കത് ഹാപ്പി ആവും എന്നൊരു, അപ്പോഴാണ് ഞാൻ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനത് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ പോയി വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സിലൊന്നുമില്ല, ഞാനും ഹസ്സും തമ്മിലുള്ള ആ റിലേഷൻ എനിക്ക് പഴയ രീതിയിലാവണം, ഒറ്റ നിബന്ധനയുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അതിൽ വന്നത്. ബാക്കി ഇഷ്യൂസൊക്കെ എനിക്ക് ഒന്നുമേ അല്ല. ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, പിന്നെ അതൊന്നും എനിക്ക് ഒന്നുമേ അല്ല. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇതിൽ നിന്നൊരു ഹീലിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ പിന്നെ ഇത് പ്രാധാന്യം കൊടുത്തത്. അപ്പം പറഞ്ഞു അവിടെ ഇരുന്ന് തന്നെ ഞാൻ ആ സെക്ഷൻ, സാറ് ഫോൺ എടുത്താൽ 500 രൂപ എനിക്ക് പിന്നെ പോയാലും കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തു, ആ ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഒരു ഹായ് ഇട്ടു. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ സലാം വിടുകയാണ്. അപ്പോൾ ആളതിന് തയ്യാറാവുന്നില്ല, തിരിച്ചെനിക്ക് സലാം മടക്കാൻ പോലെ. കാരണം അത്രയ്ക്കും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നെഗറ്റീവ് അദ്ദേഹവും സംസാരിച്ചിട്ടുണ്ട്, ഞാനും സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ അദ്ദേഹം അതിനോട് പെട്ടെന്ന് നല്ല ക്ഷമയുള്ള മനുഷ്യനാണ് ആള്. പിന്നെ നല്ല പിന്നെ എന്നോട് നല്ല കാര്യമാണ്. പക്ഷെ എൻ്റെ സംസാരം ഓവറായിപ്പോയി. ഞാൻ അങ്ങോട്ട് നെഗറ്റീവ് തോട്ട്സ് മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കാരണം അദ്ദേഹം തിരിച്ച് സ്വാഭാവികമായിട്ടും ഒരുപാട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ സൈലൻ്റ് ആവുമല്ലോ. അങ്ങനെ സൈലൻ്റ് ആയത്. അവിടെ വെച്ച് ഞാൻ സാറ് 500 രൂപ കൊടുത്താലും കുഴപ്പമില്ല, ഞാൻ അവിടെ പതുക്കെ ഫോൺ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ഹായ് പറഞ്ഞു, പിന്നെ ഐ മിസ് യു പറഞ്ഞു, ഒക്കെ പറഞ്ഞപ്പോൾ തിരിച്ചെനിക്ക് അൽഹംദുലില്ലാ വലിയ പഴയ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്ന ആ രൂപത്തിൽ എനിക്ക് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തു. അതെനിക്ക് അപ്പോഴന്നെ ഞാൻ ഹാപ്പിയായി. പിന്നെ 0-യിൽ നിന്ന് ഞാൻ സാറ് പറഞ്ഞാൽ 200-ലേക്ക് ഒരൊറ്റ ചാട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രസൻസ് മൈൻഡ് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ 200-ലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഉടനെ സാറിനോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ സാറിനെ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ നിൽക്കുക. പിന്നെ ഓടിച്ചെന്ന് സാറിൻ്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു, സാർ ഞാൻ വന്നതിന് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള പിണക്കം മാറിയിട്ടുണ്ട്, അൽഹംദുലില്ലാ ഞങ്ങൾ ഇങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞു. ഞാൻ ഹാജറ മാമിന് എൻ്റെ ചാറ്റ് വരെ ഞാൻ കാണിച്ചിട്ട്, മാം ദാ ഞാൻ പറഞ്ഞില്ലേ, ആ തലേ ദിവസം മാം എനിക്ക് ഹീൽ ചെയ്ത് തന്നിരുന്നു. ഞാൻ കരയായിരുന്നു മാമിൻ്റെ മുമ്പിൽ, എനിക്ക് പറ്റുന്നില്ല എന്ന്. അപ്പോൾ മാം പറഞ്ഞു കുഴപ്പമില്ല ചെയ്യും നമുക്ക്. അങ്ങനെ ഒരു 11 മണി വരെ മാം എനിക്ക് പല സെക്ഷന് ഹീൽ ചെയ്ത് തന്നു, ഓരോ പ്രോബ്ലം എടുത്തെടുത്ത് ഹീൽ ചെയ്ത് തന്നു. അപ്പോൾ ഞാനപ്പോൾ ഓടിപ്പോയി ഞാൻ ഹാജറ മാമിനെ കണ്ടു. ഹാജറ മാം എൻ്റെ ചാറ്റ് കണ്ടു, ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഓക്കെ. ഇപ്പോൾ അൽഹംദുലില്ലാ പഴയതുപോലെ സംസാരിക്കാനൊരു മടിയുണ്ട് എങ്കിൽ പോലും അൽഹംദുലില്ലാ. എന്നിട്ട് തായറാമ്മ പറഞ്ഞു വീഡിയോ കോൾ ചെയ്തിട്ട് എനിക്ക് പറയണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഒരു മടി വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെ ഒരു ചമ്മലുണ്ടാവില്ല, ഒരു നാണക്കേട് ഉണ്ടാവുമല്ലോ. കാരണം നമ്മളാണ് പ്രതി, നമ്മൾ തന്നെയാണ് വീണ്ടും ചെല്ലേണ്ടത്, നമ്മൾ പ്രതിയാണ്. ആ പ്രതി തന്നെ പോയിട്ട് അവരെ ഒന്ന് എങ്ങനെ പറയാ, ഒരു ചമ്മൽ. അപ്പൊ താരം പറഞ്ഞു, ഇന്ന് വീഡിയോ കോൾ ചെയ്തേ പറ്റൂ, ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഓൺ ദ സ്പോട്ടിൽ വീഡിയോ കോൾ ചെയ്തു. അദ്ദേഹം ഹാപ്പി, ഞാനും ഹാപ്പി. ഞാൻ താഹ്റ മാമിന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്ത്, കണ്ടോ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ. പിന്നെ എനിക്കൊരു ജസീല മാം ആദ്യം എന്നെ എൻ്റെ ഒരു അനിയത്തി കുട്ടിയാ. പക്ഷെ അൽഹംദുലില്ലാ അവരും ഇപ്പോഴും ഇന്നലെ വിളിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിക്കും കാര്യങ്ങൾ. അത് പോട്ട് വിട്ടുകൊടുക്കുന്നത്. ശരത് സാറിൻ്റെ ഒരു സാരില്ല എന്ന് പറഞ്ഞിട്ടൊരു തോട്ട്. നമ്മള് കോഴിക്കോടും തിരുവനന്തപുരം തമ്മിലൊരു സ്ലാങ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നാൾ ഗൾഫിലായത് കാരണം എല്ലാ ജില്ലയിലെയും സ്ലാങ്ങുകൾ എനിക്ക് അറിയലുണ്ട്. അപ്പോൾ ശരത് സാറിനെ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം
ശരത് സാറിന് ഇങ്ങനെ പറയും എന്താ പ്രോബ്ലം എന്ന് പറയും. അപ്പൊ എനിക്ക് പരിചയമില്ലാത്ത ഒരാളടുത്ത് എങ്ങനെയാ അതിന്റെ പ്രോബ്ലം പറയുക? അന്നൊക്കെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു സാർ. 0 ലെവൽ എന്നല്ല, 0 ലെവൽ ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പൊ എന്തോ നമ്മളടുത്ത് എന്താന്ന് ചോദിക്കുമ്പോൾ കേൾക്കാൻ ഒരാൾ വേണമല്ലോ, കേൾക്കാൻ ഒരാൾ വേണം. അതാ ഒരു പ്രശ്നം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളിപ്പോ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഒരുപാട് പേർക്ക്, എല്ലാവർക്കും എന്തൊക്കെ ഉള്ളിൽ ആരോടെങ്കിലും എന്തൊക്കെ പറയാനുണ്ടാവും. ആരെങ്കിലും ഒരാൾ ചെവി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചിലത് പോസിറ്റീവിലേക്കും ചിലത് നെഗറ്റീവിലേക്കും, ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ അത് വേറെ ലെവലിലേക്ക് പോകലുണ്ട്. അതല്ല, പക്ഷേ ശരത് സാർ എനിക്ക് ആദ്യം തന്നെ എനിക്ക് കുറേ സംഗതികൾ പറഞ്ഞു തന്നു. സാരില്ല, അങ്ങ് വിട്ടുകളയടോ. അപ്പൊ സാറും പറഞ്ഞു വിട്ടുകളയടോ. അപ്പൊ ഒരിക്കൽ ഞാൻ സ്റ്റോറി പറയുമ്പോ സാർ എന്നെ സ്റ്റോപ്പ് ചെയ്തു അവിടെ. വേണ്ടാട്ടാ, സ്റ്റോറി പറയണ്ട, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ആ ഇറ്റ്സ് ഓക്കേയിലാണ് ഞാനിപ്പോ ആരെന്ത് പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ മക്കൾ പറയണം ഉമ്മി എന്താ ഇത് എപ്പോഴും ഇറ്റ്സ് ഓക്കെ, എന്തിനാ ഈ ഇറ്റ്സ് ഓക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. അപ്പൊ അവർക്ക് ദേഷ്യം വന്നാലും പെട്ടെന്ന് ഇറ്റ്സ് ഓക്കെ. അപ്പൊ ആ ദേഷ്യം മാറും. ഒരു സങ്കടം വന്ന് പെട്ടെന്ന് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, അങ്ങ് പോട്ടെ, എന്ത് പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ. അപ്പൊ കുട്ടികളിപ്പോ എനിക്ക് തിരിച്ചു പേരിട്ട് തുടങ്ങി ഇറ്റ്സ് ഓക്കെ എന്ന്. അതാ സംഭവിച്ചപ്പോ. അതൊന്നും എന്തായാലും സാറ് അടിപൊളിയായിരുന്നു, അടിപൊളി സെക്ഷൻ ആയിരുന്നു. ഞാൻ നല്ലതായിട്ട് ആസ്വദിച്ചു. എന്തായാലും അൽഹംദുലില്ലാ. ഏറ്റവും ഞാൻ രസകരമായ സമീറ മാമിന്റെ കൂടെ ബാച്ചിലുള്ള ആൾക്കാരൊക്കെ പലരും ഈ പ്രോഗ്രാമിലുണ്ടാവും. എത്ര പേരുണ്ട് അല്ലേ? അതെ എല്ലാവർക്കും അറിയാം എത്ര കാലത്തിന് ശേഷം അറിയാം നിങ്ങൾ എത്ര ഫ്രീ ആയിട്ട് ചിരിക്കുന്നത്, എത്ര ഫ്രീ അതെ ആയിട്ട് പറഞ്ഞാലും ഒരു സങ്കടത്തിന്റെ കരച്ചിലുണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കാര്യങ്ങളുണ്ടാവും, പരാതി ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ നൗ യു ആർ സോ ഫ്രീ ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ യു. നിങ്ങൾ സംസാരിക്കാൻ ഇങ്ങനെ കാമായിക്കൊണ്ടിരിക്കുക. ലൈക്ക് ഐ എം ലൈക്ക് അതെ നിങ്ങൾക്കൊരു ഇപ്പൊ വേറൊരു എനർജി, ഒരു ഓറ. ഉണ്ട് സാർ, തീർച്ചയായിട്ടും ഉണ്ട്. സോ എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ടില്ല, ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ. അപ്പം വീട്ടിലെത്തിയിട്ടാണ് എനിക്ക് പ്രാക്ടീസ് നല്ല ആദ്യം മുതലേ ആരംഭിക്കാം. പ്രൈവസി ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഇൻഷാ അല്ലാ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് എന്തായാലും അടിമുടി മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത സെക്ഷനിലും ഇതിന്ന് ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഇത്രയും ചലഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു എന്താ പറയാ ഇറ്റ്സ് മീ റിയൽമിയിൽ മാമിന്റെ അറിയണം. സജന മാം അറിയതേ? സജന മാം, സജന യെസ്, താങ്ക് യു എന്താ താങ്ക് യു. അടിപൊളി സെക്ഷൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വരുന്നത് തന്നെ ഞങ്ങളുടെ 4th ബാച്ചിലെ എല്ലാവരും കാണാമെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോഴാണ് എന്താ പറയാ റിലീസ് ആൻഡ് റിലാക്സ്, അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് തോന്നി. ഇപ്പോ അത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. നല്ല ഒരു ഇതായിരുന്നു. പിന്നെ ചിരിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊന്നും ചിരി വന്നില്ല, പക്ഷെ ഈ ഷിഹാബിന്റെ ചിരി കേട്ടപ്പോ ഭയങ്കരമായിട്ട് ചിരി വന്നു. അത് ഇപ്പൊ തന്നെ നസ്രിൻ ചോദിക്കുക അത് എന്ത് ടെക്നിക്കാണ്, ചിരിയുടെ ടെക്നിക്ക്. ഞാൻ പ്രത്യേകിച്ച് ടെക്നിക്ക് അറിയില്ല, EFT ചെയ്യുമ്പോ വരുന്ന ഒരു മാറ്റം, അത്രേ ഉള്ളൂ. അങ്ങനെ എന്തായാലും നല്ലൊരു മാറ്റം. ഓൾറെഡി നമുക്കൊരു എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരു ടൂൾ കയ്യിലുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അത് കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റപ്പായി. വളരെ നല്ല ഇതായിരുന്നു. എന്താണ് നമ്മൾ നിലവിൽ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന പുതിയ കുറെ ആൾക്കാരുണ്ട് ജോയിൻ ചെയ്ത്, അവരോട് എന്താ പറയാനുള്ളത് മാം? കോഴ്സിന്റെ നമ്മുടെ അടുത്ത ബാച്ച് വരുന്നുണ്ട്, 23-ാം തീയതി നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? തീർച്ചയായും ജോയിൻ ചെയ്യണം. അത് നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാവില്ല. ജോയിൻ ചെയ്താൽ മാത്രം പോരാ, പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തി പോകണം. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു ധൈര്യം എപ്പോഴും ഉണ്ട്. ഇപ്പോ നമുക്ക് പ്രോബ്ലം വരില്ല എന്നല്ല, വരും. പക്ഷെ അപ്പൊ നമ്മളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, നമുക്കൊരു ഇങ്ങനെ ഒരു ടൂൾ ഉണ്ടല്ലോ. ഇപ്പൊ ഇന്നലെ മിനിയാന്ന് എന്റെ മോൻ പോലും എന്നോട് ചോദിച്ചു, ഉമ്മച്ചി EFT എന്നിലൊന്ന് പ്രയോഗിക്കാം. അവനക്കൊരു ചെറിയ പേടി പറ്റിയപ്പോ അവൻ എന്നോട് പറയാ, ഇങ്ങോട്ട് ചോദിക്കുക. അവരൊക്കെ അത്ര എന്നെ സപ്പോർട്ട് ചെയ്യണതല്ല, എനിക്ക് വട്ടാണ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ്. പക്ഷെ ഇങ്ങോട്ട് ഇപ്പൊ ചോദിക്കുകയാണ്, എനിക്ക് അത് ചെയ്തതായോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അതുപോലെ എൻ്റെ ഉമ്മയായാലും എന്ത് പറയുമ്പോഴും ഇപ്പൊ ഉമ്മ പറയും ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. എന്നെ കളിയാക്കി പറയുന്നതാണ്, എന്നാലും ഉമ്മക്ക് കുറെ ഗുണങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മ ഈ മുട്ടുവേദനയൊക്കെ എപ്പോഴും പറയുന്ന ഒരാളാണ്. ഇപ്പൊ കുറെ പറച്ചിൽ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മ എന്നോട് പറഞ്ഞു, നീ പറയുന്ന പോലെ എന്റെ പറച്ചിൽ നിർത്തിയപ്പോ തന്നെ എനിക്ക് വേദന കുറെ കുറഞ്ഞു എന്ന്. അപ്പൊ അങ്ങനെ കുറെ മാറ്റങ്ങൾ നമുക്ക് ചുറ്റുപാടുള്ളവരിൽ വരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.
ഓക്കെ മാം, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാം റിലാക്സ്ഡ് ആണോ? ആർ യു റിലാക്സ്ഡ്? യെസ്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? അന്ന് പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന മീറ്റപ്പിൽ വന്നിട്ട്, അല്ലെങ്കിൽ അന്ന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം? ഒന്ന് റിലാക്സ്, റിലീസ്. റിലീസ്. പിന്നെ ഡിസയർ, അതായത് ഇത്രയും നാളും ഞാൻ കരുതിയിരുന്ന ബേണിംഗ് ഡിസയർ വേണം, ഡിസയർ വേണ്ടെന്നല്ല, ഡിസയർ വേണം, പക്ഷെ അതിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ പോവരുത്. അപ്പൊ നമ്മൾക്കത് നിരാശയായിരിക്കും സമ്മാനിക്കുക. അപ്പൊ സാറ് പറഞ്ഞ പോലെ ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞല്ലോ. അതായത് ആഗ്രഹം വേണം, പക്ഷെ അതിന്റെ പിന്നാലെ തന്നെ എപ്പോഴും, എനിക്കൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പൊ അത് വരാതെ ആവുമ്പോ നമുക്ക് തീർച്ചയായും നിരാശ സംഭവിക്കും. ലെറ്റ് ഗോ ചെയ്യാം, നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവുക, എഴുതി വെക്കാം, പക്ഷെ അത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വിലപിക്കരുത്. അത് ഞാൻ അവിടെ നിന്ന് പഠിച്ച ഒരു പാഠമാണ്. അതിന്റെ ബാക്കി പാർട്ടുണ്ട്. തീർച്ചയായിട്ടും അഡ്വാൻസ് പ്രോഗ്രാമിൽ വരണം. അവിടെ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ഫുൾ ഡെപ്തിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. അഡ്വാൻസ് പ്രോഗ്രാമിന് വരുന്നുണ്ടോ? എന്താണ് പ്ലാൻ? വാട്ട് ഈസ് യുവർ പ്ലാൻ? അഡ്വാൻസ് പ്രോഗ്രാം നമ്മൾ അടുത്ത ചെറിയ ഡേറ്റിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോ വിൽ ബി പ്ലാനിങ് ഫോർ ദാറ്റ്. ഓക്കെ, ആഗ്രഹമുണ്ട് സാർ, പക്ഷെ ഇപ്പോ നടക്കില്ല. നടക്കില്ല എന്ന് പറയുന്നത് ഞാൻ അല്ല, പറഞ്ഞിട്ടുണ്ട്. സോറി, നടക്കില്ലെന്നല്ല, ആഗ്രഹമുണ്ട്. അതൊരു എന്താ പറയാ, ഗോളായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ആഗ്രഹമുണ്ട്. യെസ്. ബാക്കി തോട്ട് നമ്മൾ അവയർനെസ് നമ്മൾ എന്തിനാ കൊടുക്കേണ്ടത്? നമ്മൾ കൊടുക്കണ്ടല്ലോ. നമുക്ക് അവിടേക്ക് എത്താൻ പറ്റിയാലോ. സോ ഇപ്പൊ എപ്പോഴും പറയേണ്ടത് ഞാൻ വരും, അങ്ങനെ പറഞ്ഞാൽ മതി. യെസ്. അതിൽ വേറെ ഒന്നും ഫീൽ ചെയ്യണ്ട. ഞാൻ അവിടെ വരും, ഞാൻ എത്തും. അപ്പൊ എല്ലാവരോടും ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വരും, ഞാൻ അവിടെ എത്തും. എന്ന് വരും എന്നുള്ളത് എന്ന് വരണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അഡ്വാൻസ് പ്രോഗ്രാമിന് വരുമെന്ന് ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഞാൻ അവിടെ എത്തും, ഞാൻ വരും. ദാറ്റ്സ് ഓൾ. അത്രമാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ആ തോട്ട് കൊടുക്കുക. എല്ലാവരോടും പറയാനുള്ളത് എന്ന് വെച്ചാൽ അഡ്വാൻസ് പ്രോഗ്രാമിന് ആരൊക്കെ വരും ഒന്ന് കമന്റ് ചെയ്തേ. ഓൾറെഡി കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, അഡ്വാൻസ് പ്രോഗ്രാമിന് ആരൊക്കെ വരും? മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഔട്ട്. വരും എന്നുള്ളവരൊക്കെ മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഔട്ട് മീ. വറീഡ് ആവണ്ട. നിങ്ങളെന്ന് വെച്ചാൽ നീ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ബിക്കോസ് നിങ്ങൾ എപ്പോഴും അതായിരിക്കണം യൂണിവേഴ്സിന് കൊടുക്കേണ്ട മെസ്സേജ്. മനസ്സിലാവണ്ടോ? നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ചിന്തിക്കരുത്. നിങ്ങൾ പഠിപ്പിച്ചതാണ്. ഓൾവേസ് ജസ്റ്റ് ഗിവ് ദാറ്റ് തോട്ട്. വറീഡ് ആവണ്ട. ഞാൻ വരും, ഞാൻ അവിടെ ഉണ്ടാവും. അത്രയും മാത്രം പറഞ്ഞാൽ തോട്ട് കൊടുക്കുക കേട്ടോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് അതിന് വേണ്ട അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. അനുകൂലമായ സിറ്റുവേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് പറയും അഡ്വാൻസ് പ്രോഗ്രാം ചെയ്തിട്ടില്ല അല്ലേ, വായോ എന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എൻട്രി ഞാൻ തരുന്ന സിറ്റുവേഷൻ ഉണ്ടായാലും ഐ ഡോണ്ട് നോ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നേരത്തെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ഇത് തോട്ട് കൊടുക്കുക. ഓൾവേസ് ഗിവ് വിത്ത് ദ ബെസ്റ്റ് തോട്ട്. എല്ലാ ബെസ്റ്റ്, ഏറ്റവും നല്ലത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് ചിന്ത കൊടുക്കുക കേട്ടോ. എനിക്ക് വേണ്ടത് നല്ലതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ് എല്ലാവരും കൊടുക്കുക. ഓക്കെ, അപ്പൊ അതായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. സോ മീ വരൂ. എല്ലാവരും കമന്റ് ചെയ്യുക. ഓൾറെഡി ചെയ്തിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ആവും. ഞാൻ അവിടെ ഉണ്ടാവും. മീ ഐ വിൽ ബി ദർ. വറീഡാണ്. നിങ്ങൾക്ക് ഉള്ളിലേക്ക് എന്താ വെച്ചാൽ ലിമിറ്റഡ് തിങ്കിങ്ങോ ഒരു ബ്ലോക്കോ ഒന്നും കയറി വരണ്ട. ഇറ്റ്സ് ഓക്കെ. ഐ ഡോണ്ട് നീഡ് ടു നോ. എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഐ ഡോണ്ട് നീഡ് ടു നോ. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ഐ വിൽ ബി ദർ എന്ന് മാത്രം തോട്ട് കൊടുക്കുക കേട്ടോ. എപ്പോഴും വിഷ്വലൈയും ചെയ്യുക. ആ പ്രോഗ്രാമിൽ ഇരിക്കുന്നതും കാര്യങ്ങളിൽ ഇരുന്ന് പഠിക്കുന്നതും ആഗ്രഹിക്കുക. അപ്പൊ അതിലേക്ക് ആ തോട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഈ ബാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ബാച്ച് ആയിരിക്കാം, വി ഡോണ്ട് നോ. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ആയിരിക്കും, വി ഡോണ്ട് നോ. ബട്ട് യു ജസ്റ്റ് ഗിവ് ദാറ്റ് തോട്ട് മൈൻഡിലേക്ക് കൊടുക്കുക കേട്ടോ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിനുള്ള സാഹചര്യം അനുകൂലമായി വരും. അതിനുള്ള സാമ്പത്തികം അനുകൂലമാകും, സമയം അനുകൂലമാകും, സിറ്റുവേഷൻ അനുകൂലം. തോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റഡ് തോട്ട് ഒരിക്കലും കൊണ്ടു നടക്കാതിരിക്കുക. ഓക്കെ, എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട്, സാമ്പത്തിക സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് ഒന്നും തോട്ട് കൊടുക്കണ്ട. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക? വരിക. അപ്പോ ഇനി താങ്ക് യു സജന ഫോർ ഷെയറിങ്. ഇനി ആരാണുള്ളത്? വേറെ ആരാണ് നമ്മുടെ അന്നേരം മീറ്റപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്? മീറ്റപ്പിൽ വന്നിട്ടുള്ള യെസ്, ജെബിൻ. ഹായ്. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ജെബിൻ ഉണ്ടായിരുന്നു പ്രോഗ്രാമുമായിട്ട്. ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ വരാൻ ഇച്ചിരി പാട് വരുന്നത്. കുഴപ്പമില്ല, നിങ്ങൾ ഡ്രൈവ് ചെയ്തോളൂ. നിങ്ങൾ ക്യാമറ ഉപയോഗിച്ചിട്ട് സാഹസികത വേണ്ട. എന്തായാലും നിങ്ങൾ സംസാരിക്കൂ. ഓക്കെ, നല്ല പ്രോഗ്രാം ആയിരുന്നു സാർ. നല്ലതായിരുന്നു, ഒരുപാട് സന്തോഷമായിരുന്നു. യാത്രയുടെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലായിരുന്നു. യാത്ര ബുദ്ധിമുട്ടായിരുന്നില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പഠിച്ചു. നന്നായിരുന്നു കേട്ടോ. സഞ്ജന മാഡം വന്ന് രാവിലെ വന്ന് വലിയായിട്ട് തകർക്കുന്നുണ്ട്. ചെറിയ കംപ്ലൈന്റ് ഒക്കെ ആയിട്ടാ വന്ന കേട്ടോ ഞങ്ങൾ ഗ്രൂപ്പിനകത്തില്. വലിയ വാരി പഠിക്കുന്നെങ്കിലും വലിയ കംപ്ലൈന്റ് പറഞ്ഞു. സഞ്ജന മാഡത്തിന്റെ വീഡിയോ എടുത്തില്ലെന്ന്. എന്നോട് പറഞ്ഞു ഹല ഫാത്തിമ ഇല്ലേ, ഹല പിന്നെ ജംഷിദ അങ്ങനെയുള്ളവരോട് മാത്രമേ എടുത്തുള്ളൂ, നമ്മളെ കാണാൻ സൗന്ദര്യം ഇല്ലേ എന്നൊക്കെ ചോദിച്ചു.
വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു മറ്റേ ഈ നമ്മുടെ അവിടുത്തെ വീഡിയോഗ്രാഫർ ഉണ്ടല്ലോ, പുള്ളിക്കാനാണെങ്കിൽ എടുത്തപ്പോ ഈ ഹലയുടെ ഒക്കെ ഇതാണല്ലോ ആദ്യം വന്നേക്കുന്നേ. അപ്പൊ അന്നേരം തൊട്ട് സജിനയ്ക്ക് ഭയങ്കര വിഷമം, ബാക്കിയെല്ലാം പൊളിയായിരുന്നു. അന്നേരം തൊട്ട് സജിനയ്ക്ക് ഭയങ്കര സങ്കടം, അയ്യോ എന്റെ വീഡിയോ വന്നില്ലല്ലോ. എല്ലാവരുടെയും വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, അതിന്റെ ഹൈലൈറ്റ് വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ. അതല്ല അതെ, സാർ, ആ വീഡിയോ വന്നപ്പോ ഗ്രൂപ്പിലിട്ടപ്പോ ഞാൻ പറഞ്ഞു ഇതില് ലുക്കുള്ള ഒരു യങ്സ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവനും കൂടിയാണ് ആദ്യം പറഞ്ഞത്, അതിപ്പോ ഞാൻ മാത്രം പറഞ്ഞു. ഞാനത് ശരത് സാറിനോടും ചോദിച്ചു. അപ്പൊ സാർ എന്തോ പറയുന്നുണ്ടായിരുന്നു, അവനെ കേൾക്കാൻ. രണ്ടുപേരും കൂട്ടുകെട്ട് ശരിയല്ല. നിങ്ങൾ രണ്ടുപേരും ഇച്ചിരി പ്രശ്നക്കാരാണ്. എന്റെ മുടി വിഗാണോ എന്ന് ചോദിച്ച ആൾക്കാരാ നിങ്ങൾ രണ്ടുപേരും അടുത്ത മീറ്റപ്പിൽ പങ്കെടുപ്പിക്കണമെന്ന് ആലോചിക്കട്ടെ. അല്ല അതെ, ആ സാറ് ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു അപ്പൊ സാറിന് വ്യത്യാസം ഉണ്ടോ പെട്ടെന്ന് ഇങ്ങനെ. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞ ഈ മാവാബി അത് വെളിയിൽ പറയുന്നതായിരുന്നു, നമ്മൾ ഓർത്തില്ലായിരുന്നു. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. സാറേ, ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോലും സംശയമാണ്. ഷാഫി സാറ് ക്ലീൻ ഷേവ് ആണ്, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ താടി വെച്ച് വരുന്നേ എന്നൊക്കെയാണ് കുട്ടികളുടെ സംശയം. നമ്മുടെ ആണ്, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ താടി വരുന്നത്, ഇതിപ്പോ വലിയ പ്രശ്നമാണ്. അപ്പൊ കുട്ടികൾക്ക് പോലും സാറെ ശ്രദ്ധിച്ചിട്ട് എന്തൊക്കെ മാറ്റം വരുന്നെന്ന് നോക്കണോ? ഞാൻ എന്താ വെച്ചാൽ എന്റെ ഒരു ബേസിക് സാധനം എന്താ വെച്ചാല്, എന്റെ സോള്, ഓരോരുത്തർക്ക് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ സോള് അല്ലെ. എന്റെ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സോളിന് എപ്പോഴും ആഗ്രഹമുള്ള ഒരു സാധനമാണ്. കുറേ ആഗ്രഹങ്ങളുണ്ട്. ലൈക്ക് ചിലപ്പം എനിക്ക് ചില എന്താ പറയുക ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ആക്കണം, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ സോളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വേണ്ട, കംപ്ലീറ്റ്ലി സൈഡെല്ലാം കട്ട് ചെയ്ത് കളയാം. അപ്പൊ അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ചില സമയത്ത് അത് അങ്ങനെ 6-8 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഷേവ് ചെയ്യുന്നത്. പെട്ടെന്നാണ് ഷേവ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ കുറെ ആയിട്ട് ഇങ്ങനെ ഷേവ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നി അങ്ങ് കംപ്ലീറ്റ്ലി ക്ലീൻ ഷേവ് ചെയ്യാം. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി ക്ലീൻ ഷേവ് ചെയ്തത് 8 വർഷത്തിന് ശേഷമാണ്. അപ്പൊ ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് അതിലൂടെ ഞാൻ നിങ്ങളോടൊക്കെ പറയാനുള്ളത് വെച്ചാൽ, ഡു വാട്ട് യു ലവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പൊ എന്റെ ഹെയർ സ്റ്റൈല് ശരിക്കും കേളി ആയിട്ടുള്ള, അല്ലെങ്കിൽ നോർമൽ ഒരു ഹെയർ സ്റ്റൈലാണ്. അത് കുറച്ച് നീട്ടി കഴിഞ്ഞാൽ കേളി ആയിട്ട് കുറച്ചിങ്ങനെ ചുരുണ്ടു പോകും. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് നമ്മള്. അപ്പൊ ഞാനിങ്ങനെ ഈ കുറച്ച് ഞാൻ ഇങ്ങനെ നീട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. പണ്ട് ഞാൻ മുടി ഇങ്ങനെ അതേപോലെ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റൻ ചെയ്തിരുന്നു. അന്നത്തെ റീബൗണ്ടിങ് എന്ന് പറയും, അത് സ്ട്രെയിറ്റൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മേഖലയിലേക്കൊക്കെ ഇറങ്ങുന്നതിന് മുൻപ്. പക്ഷെ ഇതല്ല, ഇതൊരു പ്രത്യേക ഒരു ട്രീറ്റ്മെന്റ് ആണ്, പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്. അപ്പം മുടിക്ക് നല്ലതാണ്. പ്ലസ് മുടി കുറച്ചൊന്ന് എന്താ വെച്ചാൽ സോഫ്റ്റ് ആയിട്ട് നിൽക്കും, കുറച്ച് രസമായിട്ട് ഇങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു രീതിയിൽ. അപ്പം എനിക്ക് ഇങ്ങനെ കുറെ മുൻപേ ഞാനിങ്ങനെ സിനിമകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അധികമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ഇംഗ്ലീഷ് സിനിമകൾ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് നല്ല ഇപ്പോഴും ഞാൻ കൂടുതൽ കാണുന്നതിൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ജോൺറ എന്ന് പറയുന്ന അത്തരത്തിലുള്ള മൂവീസ്. അപ്പൊ അന്ന് ചെറുപ്പത്തിൽ കയറിക്കുട്ടി ഒരു ആഗ്രഹമാണ്, മുടി നല്ല ലെങ്തി ആയിട്ടുള്ള മുടി ഉണ്ടായി കഴിഞ്ഞാൽ രസമായിരിക്കും, ഇഷ്ടമായിരിക്കും. അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ആഗ്രഹമാണ്. ഞാനിങ്ങനെ ആഗ്രഹങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ പലരുടെയും തോട്ട് പ്രോസസ് ഉണ്ടാവില്ലേ. ഇപ്പം ജെബിൻ സജനയൊക്കെ ചിന്തിക്കുന്ന പോലെ പലരും ചിലപ്പോൾ ചിന്തിക്കും, എന്ത് ഇത് വെപ്പമുടിയാണോ, അല്ലെങ്കിൽ അങ്ങനെ ആരെയും ചിന്തിക്കുമോ, അല്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഇവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ മുടിയിൽ കുറച്ച് കളർ ചേഞ്ച് ഉണ്ട്, ഇവരെന്താ വിചാരിക്കുക. ഐ ഡോണ്ട് കെയർ. ഞാൻ ഇതും നിങ്ങൾ അങ്ങനെ വേണം സാറേ, കറക്റ്റ്. ഞാനത് പറഞ്ഞായിരുന്നോ, അല്ലെങ്കിൽ തമാശ രീതി പറഞ്ഞെങ്കിലും മനസ്സിലായി. ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ വെച്ചാൽ, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്കത് എനിക്ക് നിങ്ങൾക്കും കൂടെ നൽകാനുള്ള ഒരു മെസ്സേജ് ആണ്. എന്താ വെച്ചാൽ മനസ്സിലാവണ്ടോ, ആ മെസ്സേജ് ഇത്രയേ ഉള്ളൂ. ആ മെസ്സേജ് ഇതാണ്, ഏത് ആഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡു ഇറ്റ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെല്ലാം ചെയ്യണം. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഐ എം സെറ്റിംഗ്. ഞാൻ സെറ്റ് ചെയ്യുന്ന എക്സാമ്പിളാണ്. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ചിലപ്പോൾ മുട്ട അടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവും. And I'm okay to do that. Can you do it? That is my question. അച്ഛാ, ഞാൻ പറഞ്ഞത് എന്റെ മോന് സാറിനെ എപ്പോഴും ഇങ്ങനെ ഫോട്ടോ വരയ്ക്കും. അപ്പൊ ഒരു ദിവസം ഫോട്ടോ വരച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ നോക്കുമ്പോ സാറ് ക്ലീൻ ഷേവ് അടിച്ചിട്ട് വന്നിരിക്കണു. അപ്പൊ അവൻ അയ്യോ ഞാൻ വരച്ചത് മാറിപ്പോയോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പൊ സാറിന് മക്കള് പോലും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരോടും പറയുന്നത് വെച്ചാൽ, കുട്ടികളോടൊക്കെ ആരോടാണെങ്കിലും, നിങ്ങൾ വേറൊരാളെ ഉപദ്രവിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയുക ഒരു ആഗ്രഹങ്ങൾ നടപ്പിലാക്കുക. ബി യുവർ സെൽഫ്. നിങ്ങളായിരിക്കുക. നിങ്ങളുടെ സോള് പറന്ന് നടക്കട്ടെ. അതിനെ ഫ്രീ ആക്കി വിടുക. അതിനെങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഞാനാണെങ്കിൽ എനിക്ക് മാല ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. മാലയും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടുന്ന ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും 2 മാല 3 മാല ഇടുവേ.
അപ്പൊ ഈ എല്ലാം കൂടെ മാല നോക്കിയപ്പോ 7 മാല ഇരിപ്പുണ്ട്. മറ്റേ വെള്ളിയും സ്വർണ്ണമാലയും അല്ലാതുള്ള മാല എല്ലാം കൂടി 7 മാല ഇരിപ്പുണ്ട്. ഞാനൊരു 3-4 മാല ഇട്ടപ്പോ അമ്മ എന്നോട് ചോദിക്കുക, നീ എന്തുവാണ് ഇത്രയും മാല ഇട്ടേക്കുന്നത്? ഒരു ദിവസം ചുമ്മാ ഇടണം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ എന്റെ കഴുത്തിൽ ഇടുന്നേ. അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ സാറേ, അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി 18 മാല ഇടണം തോന്നുന്നുണ്ടെങ്കിൽ ഇട്ടോന്ന്, അല്ല പിന്നെന്താ. അത്രേ മരിച്ചു ഉള്ളൂ. എവിടെയെങ്കിലും ജീവിക്കുകയാണ്, ഇവിടെ ജീവിക്കുന്നത്, നമ്മൾ ഈ വെറുതെ ഓവറായിട്ട് സീരിയസ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എന്റെ ഫ്രണ്ട് ഇപ്പൊ എന്നെ ഇങ്ങനെ കാണുമ്പോൾ ലൈക്ക് ഇന്നലെ ഒരാള് ഞാനൊരു കല്യാണത്തിന് പോയി, അപ്പൊ എന്നോട് എടുത്തേക്കും, ഇതാര് ജെയിംസ് ബോണ്ടോന്ന് എന്നോട് ചോദിക്കുക. പുള്ളി ഞാൻ പുള്ളി ഇങ്ങനെ ഇത് കണ്ടിട്ട്, അപ്പൊ ഞാൻ ഇവരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്കൊക്കെ എല്ലാവർക്കും 40-50 വയസ്സായിട്ടുള്ള എല്ലാവർക്കും പലതും ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ലൈഫിൽ എന്നെ രക്ഷപ്പെടുത്തിയ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും നമുക്കൊരു വിഷയമല്ല. നമ്മൾ ആരും ഉപദ്രവിക്കുന്നില്ല. സെൽഫ്. അപ്പൊ നമ്മൾ അങ്ങനെ ഉപദ്രവിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ആവട്ടെ, മാലയിടുകയോ തൊപ്പി ധരിക്കുകയോ അല്ലെങ്കിൽ തൊപ്പി ധരിക്കാതെയോ, അല്ലെങ്കിൽ എന്താ പറയുക, യു ജസ്റ്റ് ബി ഹു യു ആർ. ആകെ ഒരൊറ്റ ചാൻസ് ഉള്ളൂ ഇവിടെ. ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ച് നടത്തിട്ട് എന്ത് കാര്യോ? അതെ 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 അതെ, തീർച്ചയായിട്ടും. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ മുടിയെല്ലാം നിങ്ങൾക്ക് ഇംപ്ലാന്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, വിഗ് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഡു ഇറ്റ്. ഹു കേഴ്സ്? അത് ഷിഹാബ് സാറിനെ ഉദ്ദേശിച്ചാണോ സാർ പറഞ്ഞത്? ഷമീറ മാം കുത്തിത്തിരിപ്പ്. സോറി ട്ടാ, ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടാ. അദ്ദേഹത്തിന്റെ ചിരി കാണാൻ വേണ്ടിട്ട് പറഞ്ഞതാ. ശരി ശരി. 18 ഉടലെ മാല. അപ്പൊ സജന മേഡത്തിനാണെങ്കിൽ ആദ്യം ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാറേ. ആ കേട്ടോ, ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഫ്രണ്ട്സ് സിനിമയ്ക്കകത്ത് മറ്റേ ശ്രീനിവാസൻ ചിരിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ ഇങ്ങോട്ട് വരുന്നവരെ കടകടാന്ന് ചിരിയായിരുന്നു ആള്. ആദ്യം ഭയങ്കര മസിലെടുത്തുമായിരുന്നു ആര്? ഈ നമ്മുടെ സജന മേഡം. ആദ്യം കുറച്ച് മസിലെടുത്തുണ്ടായിരുന്നു. എനിക്ക് ചിരിയൊന്നും വരുന്നില്ല എന്നുള്ള രീതിയിൽ. പിന്നെ മറ്റേ ഫ്രണ്ട്സ് സിനിമ ശ്രീനിവാസൻ കുടഞ്ഞിട്ട് ചിരിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ ആയിരുന്നു. അതെന്തോ സംഭവം എനിക്ക് അറിയത്തില്ല. പിന്നെ ചിരി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ? അപ്പൊ ഓരോരുത്തരും അവനവന്റെ യഥാർത്ഥത്തിലേക്ക് കണക്ട് ആയിട്ട് പോവാണ്. പലരും പല അഭിപ്രായങ്ങളുണ്ടാവും. പറഞ്ഞോളൂ. എന്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോ ഞാൻ കേരളത്തിൽ നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു വിദേശത്താണ് നല്ലതെന്ന്, വിദേശത്ത് പോയി നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ലൈഫാണ് നല്ലതെന്ന്. അപ്പൊ ആ ഒരു തോട്ട്സിന് എങ്ങനെയാണ് സാറേ ഒന്ന് മാറ്റിയെടുക്കുക? നമ്മൾ രണ്ട് ഒരു തൊഴുത്തിലെ പശുക്കളാട്ടോ ഏകദേശം. അത് കേട്ട് കഴിഞ്ഞപ്പോ എങ്ങനെ? അല്ല, ഞങ്ങൾ രണ്ട് ഒരു തൊഴുത്തിലെ പശുക്കളാന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് എങ്ങനെ തോന്നാറുണ്ട് ചില സമയത്ത് നാട്ടിൽ നിൽക്കുമ്പോ, എന്നാ പിന്നെ ഗൾഫിൽ പോയാലോ, ഗൾഫിൽ പോയി കഴിയുമ്പോൾ വിചാരിക്കാം എന്നാ പിന്നെ നാട്ടിൽ വരാം. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അക്കരപ്പച്ചയെന്ന് ശരിക്കും വേണം പറയാം. അതാണ്ട് കറക്റ്റ് അക്കരപ്പച്ച എന്ന് നമുക്ക് തോന്നുന്നതാണ്. അത് ആക്ച്വലി എന്താ വെച്ചാല് അത് ഹീൽ ചെയ്യേണ്ട കേസാണ്. എന്താ വെച്ചാൽ എസ്കേപ്പിസം ആണത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മൈൻഡാണ്. അതായത് ഇപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ കുറെ ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗൾഫിൽ അവിടെ പോയാൽ ഷഹീർ ചോദിച്ചിട്ട് നിങ്ങൾ എവിടേക്ക് പോകല്ലേ? ഇവിടെ വാ, ഇവിടെ വരും. ശരി. അപ്പം ഉത്തരവാദിത്തങ്ങൾ എന്താ വെച്ചാല് ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജോലിയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ജോലിക്ക് ഇവിടെ കിട്ടുന്ന വേതനം വളരെ കുറച്ച് വേതനം. ഗൾഫിൽ പോയാൽ അപ്പം വിചാരിക്കും ഗൾഫിലെ വേതനമാണ് കൂടുതൽ നല്ലത്. അപ്പൊ അവിടെ പോകുമ്പോൾ വിചാരിക്കും നാട്ടിലെ ലൈഫ്, നാട്ടിലെ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സുഖങ്ങളാണ് ആഗ്രഹിക്കുന്നത്, രസങ്ങളാണ് ആഗ്രഹിക്കുന്നത്, കഷ്ടപ്പാട് ഇഷ്ടമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായോ? പ്രയാസങ്ങൾ ഇഷ്ടമല്ല. അപ്പൊ അവിടെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാവും. സോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യണം. ലൈഫിന്റെ ഒരു ഹാർഡ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് കൂടുതൽ ഈ പ്രയാസം എന്ന് പറയുന്നത് വെച്ചാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സാക്രിഫൈസസും അതിൻ്റെതായിട്ടുള്ള ഒരു എഫേർട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അത് അതിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ലൈഫിനെ നിങ്ങൾ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തില്ല. പല ആൾക്കാരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈഫ് എന്താണ്, എങ്ങനെയാണ്. സിംഗിൾ ആയിട്ട് ജീവിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കപ്പിളായിട്ട് ജീവിക്കുകയാണോ, ആലോചിക്കാനേ അതിലേറെ ബുദ്ധിമുട്ടുണ്ട്. ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ജോലി ചെയ്യാതെ ബിസിനസ് ചെയ്യുകയാണെങ്കിലോ അതിനും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ ലെറ്റ് മീ ഫിനിഷ്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ കേൾക്ക്.
അത് കേൾക്കണം. ഇതാണ് റിയാലിറ്റി. മനസ്സിലായോ? ഞാൻ എയർഫോൺ എടുക്കട്ടെ. അല്ലല്ല, കേട്ടോണ്ടിരിക്കണ്ട, നീ മനസ്സിലേക്ക് കേട്ടാ മതി. ആ. ഓക്കെ. അപ്പൊ മനസ്സിലേക്ക് നിങ്ങൾ ഉൾക്കൊള്ളു. ലൈഫ് ഇതാണ്, ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് കുറവായിരിക്കും, സന്തോഷം കുറച്ച് കൂടുതലായിരിക്കും, ഫാമിലി ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ പ്രയാസം എന്താ? ജോലി ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ക്യാഷ് കിട്ടുന്നില്ല. എന്നാൽ അത് റിയാലിറ്റി ആണോ? അല്ല ഷഹീർ. ഇവിടെ ഇരുന്നാലും പൈസ ഉണ്ടാക്കാൻ പറ്റും. അതിന് പഠിക്കണം, അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാട് ചെയ്യാൻ തയ്യാറില്ല. അപ്പൊ ചിന്തിക്കും ഗൾഫിൽ പോകാം. പണി ഇവിടുന്ന് പഠിക്കാതെ എന്നെ കൊണ്ടുപോയി അവിടെ വേണ്ടിയിട്ടാൽ കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കാം. അപ്പൊ അവിടെ നിന്ന് തോന്നുമ്പോൾ എന്തുകൊണ്ട് ഈ വീട്ടുകാരും വരുന്നുണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സംഗതികളും ലൈഫിന്റെ പാർട്ടാണ്. അതിന് പറയാം സാക്രിഫൈസ്, അതിന്റെ ഭാഗമാണ്. അതിന് പറയാം എഫോർട്ട് ഇടുക, അതിന് പറയാം ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയും. അത് നമ്മൾ നടത്തുന്ന നിക്ഷേപ ഭാഗമാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളത് കൊണ്ടാണ് ഇതിനെ പറയുന്നവരാണ്. ആ ഒരു ഉത്തരം, ആ പ്രശ്നങ്ങൾ, സംഗതികൾ അക്സെപ്റ്റ് ചെയ്താൽ അതിലൊന്ന് വിളിച്ചുകൂടാ. അപ്പൊ മൈൻഡ് ഇവിടുന്ന് അവിടെ നിൽക്കും, അങ്ങോട്ട് പോകാൻ തോന്നും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തോന്നും, കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ റിയാലിറ്റി എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അക്സെപ്റ്റ് ഇറ്റ്, ലൈഫ് ഈസ് ലൈക്ക് ദിസ്. അത് അക്സെപ്റ്റ് ചെയ്യണം. അതിന്റെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതിന് കാരണം എന്താ? നാച്ചുറലി റിജക്ഷൻ നിങ്ങളുടെ പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. എസ്കേപ്പിസം നിങ്ങളുടെ പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. ഇറ്റ് കംസ് ആൻഡ് സ്റ്റാർട്ട്സ് ഫ്രം ദ ട്രോമ. കോഴ്സിൽ വന്നിട്ടില്ലല്ലോ? എഫ്റ്റിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല വന്നിട്ടില്ല. സാറേ ഇതിനകത്തിലേ സാറ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഒരു മെയിൻ സംഭവം എന്താണെന്ന് അറിയാം. നാട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അയലത്തുകാരും വീട്ടുകാരും അങ്ങനെയുള്ള കുറെ ടീമുകളുണ്ടല്ലോ, ഇവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടൊക്കെ നിന്നാ മതിയോ, പുറത്തോട്ടൊക്കെ പോകണ്ടായോ, ഇനി എത്ര കാലം ഇവിടെ മോനെ എവിടെയെങ്കിലുമൊക്കെ പോയി 10 പൈസ ഉണ്ടാക്കിയിട്ട് വരാൻ, ഇങ്ങനെ പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞ സാറേ എനിക്ക് വിഷമം ഉണ്ടായ കാര്യം ഞാൻ പറയാം. നമ്മുടെ വീടിനടുത്തൊരു ചേട്ടനെ എപ്പോഴും ഉപദേശം, ഭയങ്കര ഉപദേശം. പുള്ളി ഗൾഫിലാ, നാട്ടിലൊക്കെ നിൽക്കാതെ വെളിയിലോട്ടെങ്ങാനും പോവുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് പുള്ളി നാട്ടിൽ 2 മാസം അവധിക്ക് വരുമ്പോ കൂലിപ്പണിക്ക് പോകുന്നു ഇവിടെ. അപ്പൊ എന്തൊരു പരിപാടിയാ, അത്രയും കാലം അവിടെ പോയി ജോലി ചെയ്തിട്ട് നാട്ടിലും വന്ന് കൂലിപ്പണി ചെയ്യുന്നത്. എന്നാ പിന്നെ ഇവിടെ ചെയ്താൽ പോരെ? ഞാൻ ഈയിടയ്ക്ക് പുള്ളിയോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ അവിടെ നിൽക്കണം നമ്മൾ നാട്ടിൽ നിൽക്കണം എന്നുള്ള വ്യത്യാസം എന്താ? ഒരു ഇതും ഇല്ല. ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. അതാണ് നമുക്ക് ഈ പുറത്തോട്ട് പോകാൻ ആൾക്കാരായിട്ട് പ്രേരിപ്പിക്കുന്ന നമ്മുടെ വീട്ടുകാരും ഈ ചുറ്റുപാടുമുള്ള ആൾക്കാരാണ്. ഞാനിപ്പോ ഇതൊന്നും മൈൻഡ് ചെയ്തേ ഇല്ല. ജബിനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട് കേട്ടോ. കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. മറ്റുള്ളവരെ ബ്ലെയിം പരിപാടി നിർത്തിക്കോ. അല്ല ബ്ലെയിം ചെയ്യുന്നതല്ല സാറേ, അത് ഒരു പരിധിക്കപ്പുറമായിട്ട് നമ്മുടെ കാര്യത്തിനകത്ത് വേറൊരാൾ ഇടപെടുക എന്ന് പറയുന്നത് വരുന്നു. ആ എനർജി നിന്നിലുണ്ട്, നീ അത് അട്രാക്ട് ചെയ്യും. ആൾക്കാർ എന്തുകൊണ്ട് നിന്റെ അടുത്തേക്ക് വരുന്നു? മനസ്സിലാവുണ്ടോ? എന്തുകൊണ്ട് സാറിനോട് ആരും പോയി ചോദിക്കുന്നില്ല? നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയല്ലേ ഏകദേശം, അധികം വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇതിന് വേറെ പ്രശ്നം എന്താണെന്നറിയോ സാറേ? വേറെ ഒന്നുണ്ട്. നമ്മള് ഉള്ള സാഹചര്യത്തിന് എക്സ്പെക്ട് ചെയ്യാനുള്ള സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമുക്കുള്ളതിനെ തൃപ്തിപ്പെടുക. നമ്മൾക്കുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും സാറ് പറഞ്ഞ പോലെ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുക. അപ്പൊ ഉള്ളതിന് പിന്നെ തൃപ്തിപ്പെട്ടിട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കുക. അതേ സ്ഥാനത്ത് നമ്മൾ ഒരിക്കലും വേറൊരാളെ ജീവിതമല്ല നമ്മളത്. ഇവിടെ എത്ര കോടാനുകോടി ജനങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ജീവിതമാണ്. അപ്പൊ മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ കണ്ടിട്ട് നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നതിനേക്കാൾ സുഖം എൻ്റെ ജീവിതവും എൻ്റെ സുരക്ഷിതം, അത് മാത്രം ചിന്തിക്കുന്ന ഏറ്റവും നല്ലത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് അത് മാത്രമാണ്. ഞാൻ 50 വർഷത്തോളമായി ഞാൻ ശരിക്കും അടച്ചിട്ട റൂമിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകം തീർത്ത് എനിക്കറിയാം, എല്ലാ ആഗ്രഹവും എനിക്കറിയാം. എന്നെ പോലുള്ള ആൾക്കാർ പല ജാതിയിൽ പോകുന്നു വരുന്നു എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതം എനിക്കുള്ളതാണ്. അത് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് പിന്നെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാനുള്ളതല്ല. അതാണ് ഞാൻ മനസ്സിലാക്കരുത്. അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. തീർച്ചയായിട്ടും അത് ആ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ലൈഫ് നമ്മുടേത് ഓരോരുത്തരതും ഡിഫറെൻ്റാണ്. അത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ അധികം ആൾക്കാരുടെയും ഒരു പ്രശ്നം അതാണ്. നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ജേണി വേറെ. അപ്പം ഞാൻ എപ്പോഴും കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് നമ്മുടെ ബിസിനസ് ക്ലബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഐ ആം സേഫ്. ഞാൻ വളരെ സേഫാണ്. ഐ ആം അറ്റ് ദ റൈറ്റ് ടൈം. ഞാൻ റൈറ്റ് ടൈമിലാണ് ഉള്ളത്. ഐ ആം അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഞാൻ റൈറ്റ് പ്ലേസിലാണ് ഉള്ളത്. ഐ ആം അറ്റ് ദ റൈറ്റ് സ്പീഡ്. ഞാൻ യഥാർത്ഥ വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ആം ഗോയിങ് ദ റൈറ്റ് ഡിറക്ഷൻ. ശരിയായ ദിശയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം നമ്മുടെ ഉള്ളിലെ കൺഫ്യൂഷൻസ് ആണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ശരിയാണ്, ഷഹീറിന് വരുന്നത് എന്താണ്, ഞാൻ ഇവിടെ നിൽക്കണോ, സംശയമാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കേണ്ടത്, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്, ഞാൻ റൈറ്റ് വേയിലാണ്, റൈറ്റ് സ്ഥലത്താണ്, റൈറ്റ് സമയത്താണ്, എൻ്റെ ലൈഫ് റൈറ്റാണ്, എനിക്കതിൽ സംശയം വേണ്ട. മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ, എൻ്റെ കമ്പയർ ചെയ്യേണ്ട. അമീർ ക പറഞ്ഞു
എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. എന്തായാലും ഇന്നത്തെ സൺഡേ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും എന്ത് ചെയ്യാണ്, നമ്മൾ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ ഫൺ. ഐ എൻജോയ്ഡ് എ ലോട്ട്. എനിവേ എല്ലാവരും എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നല്ല ചിന്തകൾ മാത്രം കൊണ്ടുവരിക. നല്ല കൂട്ടുകെട്ടുകളാവട്ടെ, നല്ല ചിന്തകളാവട്ടെ, നല്ല കാര്യങ്ങൾ ഓക്കെ, നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതുപോലെ ബി യോസ്, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക, നിങ്ങൾ ജീവിക്കുക. വേറൊരാളെയും ബ്ലെയിം ചെയ്യേണ്ട. നിങ്ങളുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ പൂർണ്ണമായിട്ട്, നാട്ടുകാരല്ല, അയൽപ്പക്കക്കാരല്ല, വീട്ടുകാരല്ല, കുടുംബക്കാരല്ല, ആരുമല്ല. ഇറ്റ്സ് യു, യുവർ എനർജി. ഇത് നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് നമ്മൾ പറയാറുള്ളത്. വാട്ട് ഈസ് ദ എനർജി? യു അട്രാക്ട് ഇൻസിഡൻസ്, സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ, വസ്തുക്കൾ, വ്യക്തികൾ, കമന്റുകൾ, അതൊക്കെ എല്ലാം നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം ബേസ്ഡ് ഓൺ യുവർ തോട്ട്സ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സംശയത്തിന്റെ ഒരു ഒരു ചെറിയ ഒരു എന്താ പറയുക, കണിക പോലും ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ ചെറിയ രീതിയിൽ പോലും ഭയം ഉള്ളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. വരുന്നുണ്ടാവും, വരുന്ന ഭയത്തെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നതിനെ, ഭയത്തെ മാറ്റി സമാധാനിപ്പിച്ച് ആശങ്കയെ മാറ്റിയിട്ട് ആത്മവിശ്വാസം പകർന്ന് ധൈര്യത്തിലേക്ക് 200 എബവ് എനർജിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണം. ഇതിനെത്താൻ സാധിക്കട്ടെ. ഡോണ്ട് ജഡ്ജ് അതർ പീപ്പിൾ. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യേണ്ട. അവരുടെ വസ്ത്രധാരണ രീതിയോ അവരുടെ അപ്പിയറൻസിനെയോ ഒന്നിനെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കേണ്ട. അവരുടെ സംസാര ശൈലിയോ ഒന്നിനെയും ജഡ്ജ് ചെയ്യേണ്ട. സ്റ്റോപ്പ് ജഡ്ജിങ്. ബി യുവർ സെൽഫ്, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്യാം, കൈൻഡ് ആവുക. നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക. ഓക്കെ, ഓൾവേസ് 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 ബി ഇൻ പീസ്. താങ്ക് യു സാർ. ഇത് തന്നെ ഏറ്റവും നല്ലൊരു ഹീലിംഗ് ആണ്. ഈ ആഴ്ചയിലെ ഈ കൂടൽ തന്നെ ഏറ്റവും നല്ലൊരു ഹീലിംഗ് ആണ്. നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പങ്കുവെക്കാൻ കഴിയുന്നത് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിനെ ഇനി നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സാറേ, നമ്മളെ മീറ്റപ്പിന് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് എല്ലാവരോടും ഉള്ള പ്രത്യേകം നന്ദി. ശരിക്കും 2-3 ഉമ്മമാരൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ കാണാൻ വേണ്ടി സത്യം പറഞ്ഞു ഞങ്ങൾ വന്നു. എനിക്ക് ഭയങ്കര അതിശയം തോന്നി കേട്ടോ, ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എത്രയോ ആൾക്കാരാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം വളരെ സന്തോഷം. അപ്പൊ അതിന് എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കുറെ പേരൊക്കെ നേരത്തെ പോയവരുണ്ട്, അപ്പൊ അവരോടുള്ള നന്ദി. താങ്ക് യു ജെബിൻ. താങ്ക് യു ജെബിൻ. ജെബിൻ ഏതെങ്കിലും നാട്ടിലില്ലേ? ഉണ്ട് സാറേ, തീർച്ചയായിട്ടും ഉണ്ട്. നാട്ടിലുണ്ട്. എല്ലാരോടും നന്ദി, എല്ലാരോടും നന്ദി. താങ്ക് യു സാർ. സാറിന്റെ മീറ്റപ്പിൽ വന്ന പിന്നെ ഒരു 20-30% മാറ്റമായി. അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി ഫോർ യു. കേറിയിട്ട് ശേഷം ഒരു 20 വയസ്സ് കുറഞ്ഞു എനിക്കൊക്കെ. സാർ എന്താണ് നാട്ടിലുണ്ടോന്ന് ചോദിച്ചേ? സാറേ പറഞ്ഞോളൂ. നാട്ടിലുണ്ടോ ചോദിച്ചത്. നമുക്ക് ഒരു ചാപ്റ്റർ അവിടെ തുടങ്ങണം. നിങ്ങള് ജെബിൻ മാവേലിക്കര തീർച്ചയായിട്ടും ചാപ്റ്റർ തുടങ്ങും. ഹീലിംഗിന്റെ ഒരു ചാപ്റ്റർ തുടങ്ങണം. നിങ്ങൾ റെഡി ആക്കി എടുക്കണം. അതിനാദ്യം നിങ്ങളെ പിടിച്ച് ലീഡർ ആക്കിയിട്ട് വേണം ഇൻഷാ അല്ലാഹ്. റെഡിയാണ്, നമ്മൾ എല്ലാ കാര്യത്തിലും റെഡിയാണ്. ഒരു കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ബന്ധപ്പെടാം കേട്ടോ. ജെബിൻ ഫോർ ജോയിനിങ്. താങ്ക് യു ജെബിൻ. എപ്പോഴും ഞങ്ങളെ ചിരിപ്പിക്കുന്ന ഒരാളാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ദാറ്റ് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ. ഐ എം സോ ഹാപ്പി മാൻ. I really love you. Thank you so much for being here. Okay. And Sajna ma'am, you're also very funny and interesting. എല്ലാവരും നല്ല രസമാണ്. നമ്മുടെ ഈ ഒരു കൂട്ട് ഇത്രയും രസകരമാവുന്നത് നിങ്ങളുടെ തമാശകളും കളി ഒക്കെയാണ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം വീണ്ടും പറഞ്ഞുകൊണ്ട് താങ്ക് യു സർ. ഒരു കാര്യം കൂടി, ഞങ്ങളുടെ ഗ്രൂപ്പിലെ നസ്രീൻ, അവള് അനുവാദമില്ല എന്നാലും പറയാ, അവള് ഇന്നലെ പറയാ സാറിന്റെ ലുക്കും ഇപ്പോഴത്തെ ലുക്ക് ഇടുമ്പോ ഷഹീദ ഫ്രീദിയുടെ പോലെ ഉണ്ടെന്ന്. ഭയങ്കര തള്ളു വിശ്വസിക്കല്ലേ, ഭയങ്കര തള്ളല ഇതിനകത്തില്. കഴിഞ്ഞ ദിവസവും അന്നും പറഞ്ഞ കാര്യം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പറച്ചില്ല വേറെ ആൾ. നസ്രീൻ, താങ്ക് യു സോ മച്ച്. യെസ് നസ്രീൻ. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? അടുത്ത പ്രോഗ്രാമിന് വല്ല കൺസെഷൻ കിട്ടുന്ന ആട്ടം വിചാരിച്ചിട്ടാ. 1 രൂപ പോലും കുറച്ച് കൊടുക്കല്ലേ. ഒരു സ്വന്തം ഒരു ആങ്ങളെ കുട്ടിയെ കാണുന്നത് പോലെയും എന്നും രാവിലെ ഈ മെഡിറ്റേഷനൊക്കെ കേറിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഇപ്പൊ.
ഇപ്പൊ അത് ടെൻഷൻ ആയത്. ഇനി അത് ടെൻഷൻ ആവരുത്. നല്ല സന്തോഷത്തിൽ അങ്ങനെയല്ല, കേറിയില്ലെങ്കിൽ ടെൻഷനാണ്. എന്നും സാറിനെ കാണുമ്പോ സ്വന്തം ആങ്ങളക്കുട്ടിയെ കണ്ടതുപോലെ തോന്നുകയാണ്. താങ്ക് യു മാം. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നിങ്ങളെല്ലാവരും നമുക്കും അതേപോലെ തന്നെ എന്താ പറയാ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. നല്ല രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാം. വി ആർ എ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ഫാമിലി. ഓക്കെ സാർ, താങ്ക് താങ്ക് യു. അപ്പോ അടിച്ചു പൊളിക്കുക. നല്ലൊരു സൺഡേ ആണ്. ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. ലൈഫ് അടിപൊളി ചാൻസ് ഉള്ളൂ. ഇന്നത്തെ ഒരു ചാൻസ് ഈ ഒരു ഡേ ഇന്ന് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ചിത്രം വരയ്ക്കണം, ചിത്രം വരയ്ക്കുക. സിനിമയ്ക്ക് കാണാൻ തോന്നുന്നു സിനിമ കാണും. പാട്ട് പാടാൻ തോന്നുന്നു പാട്ട് പാടും. ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഡാൻസ് ചെയ്യുക. ജസ്റ്റ് ബി യുവർ സെൽഫ്, എൻജോയ് യുവർ ലൈഫ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഷിയാബ് പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ടിരിക്കാൻ ചിരിക്കുക. ബി ഹാപ്പി. പറഞ്ഞോളൂ ഷിയാബ്. സാറേ, ഈ ഹീൽ ചെയ്യുമ്പോ എന്താ കോട്ടുവായ വരുന്ന ഇപ്പൊ റിലീസ് റിലാക്സ് പറയുമ്പോ? അത് വരും. അത് എന്താ പറയുക, കോട്ടുവായ വരും. അത് സജന മാമിനൊക്കെ ഒരുപാട് കോട്ടുവായോടെ വന്ന് ക്ലിയർ ആയതാ. അതെന്താ വെച്ചാൽ വരുന്നതിന്റെ റീസൺ എന്താ വെച്ചാല് നമ്മുടെ ബോഡി റിജക്ട് ചെയ്യാണ്. നിങ്ങൾ ശരിക്കും കംപ്ലീറ്റ്ലി ഒരു ഡീപ്പർ ലെവലിൽ ഹീലിംഗിലേക്ക് പോവാണ് നിങ്ങൾ. അപ്പൊ ഹീലിംഗിലേക്ക് പോകുമ്പോൾ ബോഡിക്ക് ചെറിയ റിയാക്ഷൻസ് ഉണ്ടാവും കേട്ടോ. അത് റിജക്ഷൻസ് ആണ്. നിങ്ങൾ എന്തായാലും നമ്മുടെ അടുത്ത ലൈഫ് മാസ്റ്ററി അടുത്ത 23 ബാച്ചിലേക്ക് എന്തായാലും വരണം. അതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. മൈൻഡ് ബോഡി കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കൊണ്ട് എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നുള്ളത്. എന്നാ ശരി, പറഞ്ഞതുപോലെ അപ്പം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്നാ ശരി, ഷാഹിദ് അഫ്രീദി പോട്ടെ. ബൈ, ടേക്ക് കെയർ.